ഞാനും ഇന്നലെ തന്നെ ഞാൻ ഈ വഴി പോയപ്പോൾ ഇവിടെ വീടാൻ പോയതാണ്. ഈ ലൈറ്റ് ഇല്ലാത്തതിൻ്റെ പേരാണ് അവിടെ കുഴി ശ്രദ്ധിക്കില്ലായിരുന്നു. ഞാൻ ചാടിയത് ഇന്നലെ രാത്രി ആ കുഴി. 10 മിനിറ്റിനുള്ളിൽ അവർക്ക് ഈ വണ്ടി ഇവിടെ എത്തിച്ച് ഇവിടെ കുഴികൾ മൂടാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ഈ കുഴികൾ എന്തുകൊണ്ട് ഇവർക്ക് നേരത്തെ മൂടാൻ പറ്റിയില്ല? വണ്ടിയുമായി റോഡിലിറങ്ങുന്ന ഒരു മനുഷ്യൻ സുരക്ഷിത യാത്രയ്ക്ക് സൗകര്യമൊരുക്കാൻ ഏതാണ്ട് 3 തരം നികുതി കൊടുക്കുന്നുണ്ട് സർക്കാരുകൾക്ക്. പോരാഞ്ഞിട്ട് മുട്ടിന് ടോള് കൊടുക്കുന്നുണ്ട്. ഫാസ്ടാഗിൽ കാശില്ലെങ്കിൽ ഇരട്ടി ഒടുക്കുന്നുണ്ട്. എന്നിട്ട് വഴിയിലിറങ്ങുമ്പോൾ കുഴിയിൽ വീണ് മരിക്കുക. എന്ത് കഷ്ടമാണ്! ഒരാൾ മരിക്കുക എന്നാൽ ഒരു കുടുംബം അനാഥമാകുക എന്നതാണ് അർത്ഥം. അങ്കമാലിയിലെ ഹിഷാം ഒരു പേര് മാത്രമാണ്. ഒരുപക്ഷെ ഇന്ന് പകലൊടുങ്ങും മുൻപ് എത്ര പേരാകും സ്വന്തം വീട്ടിലേക്കുള്ള യാത്ര പകുതിയിൽ അവസാനിപ്പിച്ച് മടങ്ങിയിട്ടുണ്ടാവുക? ഒരാൾ അന്യായമായി മരിക്കുക എന്നതിന് എന്തു മറുപടിയാണ് ഒരു സംവിധാനത്തിന് നൽകാൻ കഴിയുക? ഒരു വർഷം 20,000-ഓളം പേർ. പൊതുമരാമത്ത് വകുപ്പാണ്, ദേശീയപാത അതോറിറ്റിയാണ് എന്ന് പറഞ്ഞാൽ ആ കുടുംബങ്ങൾക്കുണ്ടാകുന്ന വേദനയ്ക്ക് ഒരു പരിഹാരവുമാകില്ല. മനുഷ്യരെ കൊല്ലുന്ന സംവിധാനത്തിനെ ജനാധിപത്യത്തിൽ സർക്കാർ എന്ന് വിളിക്കാൻ കഴിയുമോ? ഇതാണ് സൂപ്പർ പ്രൈം ടൈം ഇന്ന് ചർച്ച ചെയ്യുന്ന വിഷയം. പ്രിയ പ്രേക്ഷകർക്ക് സ്വാഗതം. ചർച്ചയിൽ നമ്മളോടൊപ്പം അതിഥികൾ ചേരും. ശ്രീ റിജിൽ മാക്കുറ്റി കോൺഗ്രസിൽ നിന്ന്, ശ്രീ വി കെ സനോജ് CPM-ൽ നിന്ന്, ശ്രീ NK ശശികുമാർ BJP-യിൽ നിന്നും. അതിനു മുൻപ് നമ്മളോടൊപ്പം പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി ബഹുമാനപ്പെട്ട ശ്രീ PA മുഹമ്മദ് റിയാസ് ചേരുകയാണ്. അദ്ദേഹം ചർച്ചയുടെ ഭാഗമല്ല, അദ്ദേഹം നമ്മളോട് സംസാരിക്കും. എന്താണ് ഈ സംഭവിക്കുന്നത് എന്ന കാര്യത്തിൽ സർക്കാർ എത്രത്തോളം മുൻകരുതലുകൾ സ്വീകരിക്കുന്നുണ്ട് എന്ന്. ശ്രീ PA മുഹമ്മദ് റിയാസ്, സ്വാഗതം സൂപ്പർ പ്രൈം ടൈമിലേക്ക്. സർ, ദൗർഭാഗ്യകരമായ സംഭവങ്ങളാണ് നമ്മുടെ നാട്ടിലുണ്ടാകുന്നത്. ഞാൻ നേരത്തെ ഈ തുടക്കത്തിൽ പറഞ്ഞതുപോലെ മനുഷ്യർ നികുതി കൊടുക്കുക അവരുടെ സുരക്ഷിതമായ യാത്രയ്ക്ക് വേണ്ടി, എന്നിട്ട് അതും പോരാഞ്ഞ് ടോള് കൊടുക്കുക, ഒരു പകൽ മുഴുവൻ അവരുടെ കുടുംബത്തിന് വേണ്ടി അധ്വാനിക്കുക, തിരിച്ച് വീട്ടിലേക്ക് വണ്ടി ഓടിച്ചു പോകുമ്പോൾ കുഴിയിൽ വീണ് മരിക്കുക. ഇത് നമുക്ക് അനുവദിച്ചു കൊടുക്കാൻ കഴിയുന്ന ഒരു സംവിധാനമല്ല. അങ്ങേക്കും അതിനോട് ഒരു തരത്തിലും യോജിപ്പുണ്ടാകില്ല എന്ന് തന്നെയാണ് ഞാനും മനസ്സിലാക്കുന്നത് അങ്ങയുടെ ഇന്നത്തെ പ്രതികരണത്തിൽ നിന്ന്. പക്ഷേ എന്താണ് സർ പരിഹാരം? ഇപ്പോൾ നമുക്ക് ഇത് ദേശീയപാതയുടെ ഉത്തരവാദിത്തമാണ്, നമ്മുടെ ഉത്തരവാദിത്തമാണ് എന്ന് പറയുമ്പോൾ ജീവൻ എന്ന് പറയുന്നത് നമ്മുടേതാണല്ലോ സർ. അത് നമുക്ക് കേന്ദ്രത്തിനും സംസ്ഥാനത്തിനും വീതം വെച്ചെടുക്കാൻ കഴിയുന്ന ഒന്നല്ല. അതിന് നമുക്ക് എന്ത് ഉത്തരവാദിത്തം പറയാൻ കഴിയും? തീർച്ചയായിട്ടും മരണം ദൗർഭാഗ്യകരമാണ്. ഏതൊരു മനുഷ്യൻ്റെ ജീവനും അമൂല്യമാണ്. പ്രത്യേകിച്ച് റോഡുകൾ, ആ റോഡുകളിൽ കുഴികളൊന്നും ഉണ്ടാകാതെ നോക്കേണ്ടതുണ്ട്. അറ്റകുറ്റപ്പണികൾ കൃത്യമായി നടക്കണം. ഇവിടെ ഏത് സർക്കാരിന് കീഴിലുള്ള റോഡാണ് അല്ലെങ്കിൽ ഏത് വകുപ്പിൻ്റെ റോഡാണ് എന്നൊക്കെ നിശ്ചയിച്ചു പോകേണ്ട ഒരു സ്ഥിതിയല്ല. അത് പഴിചാരി പോകേണ്ട വിഷയമല്ല. ഇതിൽ ഓരോരുത്തർ എന്തൊക്കെ ചെയ്തു എന്നുള്ളൊരു പരിശോധനയാണ് ഇതിൽ നടത്തേണ്ടത്. ഇത് പരിഹരിക്കാൻ വേണ്ടി ഓരോരുത്തരും എന്തൊക്കെ ചെയ്തു, ഇതാണ് പൊതുവെ പരിശോധിക്കേണ്ടത്. നമുക്കറിയാം, കേരളത്തിലെ ട്രാഫിക്കിങ്ങിൽ വലിയൊരു ശതമാനം ദേശീയപാത റോഡുകളിലൂടെയാണ്. ദേശീയപാത റോഡുകളുടെ കണക്കൊരു പൊതുവെ പരിശോധിച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ 1781 കിലോമീറ്റർ ദേശീയപാത, 11 ദേശീയപാതകളുണ്ട്. ഇപ്പോൾ അതിൽ 1233 കിലോമീറ്റർ ദേശീയപാതയും ഇപ്പോൾ NHAIയുടെ കീഴിലാണ്, നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ. 3 വർഷം മുമ്പ് കൈമാറിയതാണ്. ആ കൈമാറിയതിന് ശേഷം അവിടങ്ങളിലെ റോഡുകളിലെ അറ്റകുറ്റപ്പണി നടത്താൻ മറ്റ് സർക്കാരിനോ മറ്റൊരു വകുപ്പിനോ സാധ്യമാകില്ല. ഇതൊരു യാഥാർത്ഥ്യമാണ്. അപ്പം നമ്മളിവിടെ പരിശോധിക്കേണ്ടത് അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റം പറയലല്ല, ഓരോരുത്തർ ഇതിന് പരിഹാരം കാണാൻ എന്തൊക്കെ ചെയ്തു എന്നുള്ളതാണ്. കേരളത്തിൽ പൊതുവെ റോഡുകളിലെ കുഴികൾക്ക് പല നിലയിലുള്ള കാരണങ്ങളുണ്ട്. കേരളമുണ്ടായ അന്ന് മുതൽ ഇതൊരു പ്രശ്നമാണ്, നമുക്കറിയാം. എല്ലാ സമയത്തും നാം ഇത് ചർച്ച ചെയ്യുന്നതാണ്. പരിഹരിക്കാൻ എന്ത് ചെയ്യുന്നു എന്നുള്ളതാണ് പ്രശ്നം. കാലാവസ്ഥ മാത്രം പറഞ്ഞുകൊണ്ട് നമുക്ക് പോകാൻ വേണ്ടി പറ്റില്ല. കേരളത്തിന് ചില പ്രത്യേകതകളുണ്ട്. വർഷത്തിൽ 7-8 മാസം മഴയാണ്. ഇത് റോഡുകളുടെ തകർച്ചയ്ക്ക് ഒരു കാരണമാണ്. പക്ഷെ അതിൻ്റെ പരിഹാര മാർഗം നമ്മൾ സ്വീകരിക്കേണ്ടതുണ്ട്. പൊതുമരാമത്ത് വകുപ്പ് സ്വീകരിക്കാൻ തയ്യാറായിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായി ചില പോസിറ്റീവ് നിലപാടുകൾ സ്വീകരിച്ചു. പ്രോപ്പർ ഡ്രെയിനേജ് സംവിധാനം ഇല്ലാത്തത് നമ്മുടെ സംസ്ഥാനത്തൊരു പ്രശ്നമാണ്. റോഡുകളിൽ നിന്ന് വെള്ളം 2 ഭാഗത്തേക്കും, ചെറിയൊരു ചെരുവ് 2 ഭാഗത്തേക്കും റോഡുകളുടെ ഒലിച്ചു പോയി ഡ്രെയിനേജിൽ പോയി പ്രോപ്പർ ഡ്രെയിനേജ് സംവിധാനത്തിലൂടെ വിവിധ വകുപ്പുകളുടെ ഏകോപനത്തിലൂടെ പോകേണ്ടതുണ്ട്. അതിപ്പോൾ നമ്മുടെ സംസ്ഥാനത്ത് കുറെ കൂടി മെച്ചപ്പെടണം. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, റോഡിൻ്റെ പ്രവൃത്തി മഴക്കാലമല്ലാത്ത സമയത്ത് നടത്തുകയും ഭരണാനുമതി, സാങ്കേതികാനുമതി, എസ്റ്റിമേറ്റ്, ടെൻഡർ ഇതൊക്കെ മഴക്കാലത്താക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. അതിനും പൊതുമരാമത്ത് വകുപ്പ് ഇപ്പോൾ
2-3 മാസം മുമ്പ് വർക്കിംഗ് കലണ്ടർ സംവിധാനം കൊണ്ടുവന്നു. ഇതും എല്ലാവരും ഫലപ്രദമായി ഉള്ള പ്രവൃത്തി എന്ന് അംഗീകരിച്ചതാണ്. സർ, ഇന്ന് പ്രതിപക്ഷ പിന്നെ നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ റോഡുകളുടെ ഗുണനിലവാരം പറഞ്ഞു ഈ മഴക്കാലത്തിന് തൊട്ട് മുൻപായി ചില കുഴികൾ അടയ്ക്കുന്നത് അടക്കമുള്ള രീതികൾ സാധാരണഗതിയിൽ സ്വീകരിക്കാറുണ്ട്. ഇത്തവണ ഇത് ഉണ്ടായില്ല എന്ന്, അങ്ങനെ ഒരു വീഴ്ച നമുക്കുണ്ടായോ സർ? പ്രതിപക്ഷ നേതാവ് എന്ത് കണ്ടിട്ടാണ് അങ്ങനെ പറയുന്നതെന്ന് അറിയില്ല. അത് അത്ഭുതപ്പെട്ടു. അദ്ദേഹം എന്ന് പറഞ്ഞതിൽ യഥാർത്ഥത്തിൽ അദ്ദേഹം തിരുത്താൻ തയ്യാറാവണം. അദ്ദേഹം പറഞ്ഞത് ഇപ്പൊ നിങ്ങൾ പറഞ്ഞുകൊണ്ട് പറയട്ടോ, നിങ്ങൾ ചോദ്യം ചോദിച്ചുകൊണ്ട് ഞാൻ പറയുകയാണ്. അദ്ദേഹം പറഞ്ഞത് ദേശീയപാത അതോറിറ്റിയുടെ റോഡുകളിലെ കുഴിക്ക് ഉത്തരവാദി PWD ആണ് എന്നാണ്. PWD ഉദ്യോഗസ്ഥരാണ് ദേശീയപാത അതോറിറ്റിയുടെ ജീവനക്കാരെന്നാണ്. ദേശീയപാത അതോറിറ്റി കേന്ദ്ര സർക്കാരിന്റെ കീഴിലുള്ളതാണ്. ഒരു RO ഉണ്ട്, ഒരു റീജിയണൽ ഓഫീസർ, 5 PD ഉണ്ട്, പ്രൊജക്ട് ഡയറക്ടർമാർ, പിന്നെ ഉദ്യോഗസ്ഥരുണ്ട്. ഇവരൊക്കെ കേന്ദ്ര സർക്കാർ ഉദ്യോഗസ്ഥരാണ്. അപ്പൊ പ്രതിപക്ഷ നേതാവ് ഇത് ഒന്നെങ്കിൽ ഇത് അറിയാതെ പറഞ്ഞു പോയതാണ്, അല്ലെങ്കിൽ ബോധപൂർവം പറഞ്ഞാണ്. അറിയാതെ പറഞ്ഞാണെങ്കിൽ അദ്ദേഹം തിരുത്തണം. ബോധപൂർവം പറഞ്ഞാണെങ്കിൽ ഒരു മരണത്തെ പോലും അത് സംസ്ഥാന സർക്കാരിനെതിരാക്കി തിരിക്കുക എന്നുള്ള രാഷ്ട്രീയ മാന്യതയ്ക്ക് നിരക്കാത്ത ഏർപ്പാടായിപ്പോയി അദ്ദേഹത്തിന്റെ പ്രസ്താവന. അദ്ദേഹം എന്തിനാണ് NHAയെ വെള്ളപൂശുന്നത്? അദ്ദേഹം എന്തിനാണ് കേന്ദ്ര സർക്കാരിന് വേണ്ടി വക്കാലത്ത് പണി എടുക്കുന്നത്? അദ്ദേഹത്തെ പോലെ തന്നെ ഒരു പ്രതിപക്ഷ നേതാവ് ഉണ്ടായിരുന്നു, രമേശ് ചെന്നിത്തല. അദ്ദേഹത്തിന്റെ മണ്ഡലത്തിൽ ഇതേ പ്രശ്നം ഉണ്ടായപ്പോൾ അദ്ദേഹം സ്വീകരിച്ച നിലപാട് ഇതായിരുന്നില്ല. ഹരിപ്പാട് മണ്ഡലത്തിലെ ദേശീയപാതയുടെ കുഴികളുമായി ബന്ധപ്പെട്ട പ്രശ്നത്തിൽ ശ്രീ രമേശ് ചെന്നിത്തലയും അവിടുത്തെ തൊട്ടടുത്ത MLA കായംകുളം MLA ശ്രീ പ്രതിഭ ഹരിയും ഞങ്ങൾ ഒരുമിച്ചിരുന്നു. ശ്രീ രമേശ് ചെന്നിത്തല ഉൾപ്പെടെ പറഞ്ഞതിന്റെ ഭാഗമായി ഞങ്ങൾ കേന്ദ്ര സർക്കാരുമായി NHAയുമായി ബന്ധപ്പെട്ടു. അപ്പോൾ മുൻ പ്രതിപക്ഷ നേതാവ് എടുത്തൊരു സമീപനമല്ല ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവ് ഇതിൽ എടുക്കുന്നത്. ഒരു റെയിൽവേയുടെ ട്രാക്ക് തെറ്റിയാൽ അത് കേരള സർക്കാർ നന്നാക്കാൻ പറ്റുമോ? പൊതുമരാമത്ത് വകുപ്പിന്റെ റോഡ് തദ്ദേശ വകുപ്പിന് നന്നാക്കാൻ പറ്റുമോ? തദ്ദേശ വകുപ്പിന്റെ റോഡ് ഫിഷറീസ് വകുപ്പിന് നന്നാക്കാൻ പറ്റുമോ? ഫിഷറീസ് വകുപ്പിന്റെ റോഡിന് കുഴപ്പം വന്നാൽ ദേശീയപാത അതോറിറ്റിക്ക് നന്നാക്കാൻ പറ്റുമോ? ദേശീയപാത അതോറിറ്റിയുടെ റോഡിന് കുഴപ്പം വന്നാൽ PWD നന്നാക്കാൻ പറ്റുമോ? പറ്റില്ല. അപ്പോ ഇതൊരു വസ്തുതയാണ്. വസ്തുതാവിരുദ്ധമായ കാര്യമാണ് പ്രതിപക്ഷ നേതാവ് പറഞ്ഞതെങ്കിൽ അദ്ദേഹം തിരുത്തട്ടെ. PM മുഹമ്മദ് റിയാസ് അദ്ദേഹം തിരുത്തട്ടെ. അങ്ങയുടെ ആഹ്വാനം അദ്ദേഹം സ്വീകരിക്കുമോ എന്ന് നമുക്ക് നോക്കാം. അതുപോലെ തന്നെ ഒരു വലിയ പ്രശ്നമുള്ളത്, നമുക്ക് ഈ ഇപ്പോൾ ദേശീയപാതയിലാണോ കുഴി അല്ലെങ്കിൽ സംസ്ഥാന പാതയിലാണോ കുഴി എന്നുള്ളത് നോക്കിയിട്ടല്ലോ ആളുകൾ യാത്രയ്ക്ക് പുറപ്പെടുക എന്ന് പറയുന്നത്. കുഴി ഉണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. നമ്മുടെ കേന്ദ്രമന്ത്രി ജയശങ്കർ വന്നപ്പോൾ കഴിഞ്ഞ 2-3 ആഴ്ചകൾക്ക് മുമ്പ് വലിയ വിവാദമായതാണ്. അതിനുശേഷം നമുക്കറിയാം നമ്മുടെ കാലാവസ്ഥാ പ്രശ്നം, വലിയ തോതിൽ മഴയുണ്ടാകുന്നു, ആളുകൾക്ക് ശ്രദ്ധിക്കാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടാകും. നമ്മുടെ റോഡുകളുടെയൊക്കെ ഒരു സാഹചര്യം വെച്ച് നോക്കുമ്പോൾ എന്ത് ചെയ്യാൻ കഴിയും? ഇപ്പോൾ അപകട ബോർഡുകൾ കൃത്യമായി സ്ഥാപിക്കുക, അല്ലെങ്കിൽ ഈ കോണുകൾ പോലെയുള്ളത് സ്ഥാപിക്കുക തുടങ്ങിയ കാര്യങ്ങളിൽ പോലീസിന് ഇടപെടാൻ കഴിയില്ലേ? അതുപോലും ഉണ്ടാകാത്ത അവസ്ഥ എങ്ങനെയാണ് സർ ഉണ്ടാകുന്നത്? ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞ് നമുക്ക് കൈയൊഴിയാൻ പറ്റില്ല. യഥാർത്ഥത്തിൽ ഇത് ഞാനല്ലായിരുന്നു പറയേണ്ടത്, നിങ്ങളായിരുന്നു പറയേണ്ടത്. പക്ഷെ ഞാൻ പറയുകയാണ്, ഒരു സർക്കാരിന് ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞ് കൈയൊഴിയാൻ വേണ്ടി പറ്റില്ല. സർക്കാരിന് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതാണ് PWD ചെയ്തത്. കരാറുകാരുടെ പേരും ഫോൺ നമ്പറും വെച്ച്, ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥരുടെ ഫോൺ നമ്പർ വെച്ച് പരിപാലന കാലാവധിയുടെ ബോർഡ് വെച്ചു. അതിന്റെ ഭാഗമായി നിങ്ങൾ നോക്കണം, നിയമസഭയിൽ ഞാൻ പറഞ്ഞപ്പോൾ ചിലർ പരിഹസിച്ചു, പക്ഷേ അത് വസ്തുതയാണെന്ന് ബന്ധപ്പെട്ടവർ പറഞ്ഞു. എന്താണ്? 3000-ഓളം റോഡുകൾ ജനങ്ങൾ കാഴ്ചക്കാരല്ല കാവൽക്കാരാണെന്ന് പറഞ്ഞ് പച്ച നിറത്തിലുള്ള DLP ബോർഡുകൾ കേരളത്തിലെ നിരത്തുകളിൽ വന്നപ്പോൾ അവിടങ്ങളിൽ ജനങ്ങൾ ഇടപെട്ടു. അവിടങ്ങളിൽ സ്ക്രൂട്ടിനി നടക്കുന്നു, അവിടങ്ങളിൽ കൃത്യമായി പരിപാലനം നടക്കുന്നു. അത് മുൻകാലങ്ങളിൽ ഇല്ലായിരുന്നു. അത് പുതിയൊരു അനുഭവമാണ്. ആ ഒരു പുതിയ അനുഭവം ഗുണം ചെയ്തു എന്നാണ് ഞാൻ നിയമസഭയിൽ പറഞ്ഞത്. എന്തുകൊണ്ട് ദേശീയപാത അതോറിറ്റിക്ക് ഇതുപോലെ ബോർഡ് വെച്ചുകൂടാ? എന്തുകൊണ്ട് ഇതുപോലുള്ള ബോർഡുകൾ വെക്കാൻ ദേശീയപാത അതോറിറ്റി തയ്യാറാകുന്നില്ല? എന്തിന് കരാറുകാരെ സംരക്ഷിക്കണം? ഇപ്പൊ ഗുജറാത്തിലെ ഏറ്റവും ഉള്ള ഒരു കരാറുകാരാണ് ഇത് ചെയ്തതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്തിന് കരാറുകാരെ സംരക്ഷിക്കണം? നിങ്ങൾ ചർച്ച ചെയ്യേണ്ട വിഷയം അതാണ്. PWDയെ മാതൃകയാക്കി ഇതുപോലുള്ള DLP ബോർഡുകൾ പരസ്യപ്പെടുത്തി കരാറുകാരുടെ പേരും ഫോൺ നമ്പറും വെച്ച് ബോർഡ് വെക്കാൻ എന്തുകൊണ്ട് ദേശീയപാത അതോറിറ്റി തയ്യാറാകുന്നില്ല? കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് ചോദിക്കേണ്ട ചോദ്യം അതായിരുന്നു. അത് ചോദിക്കാൻ തയ്യാറായില്ല. ഗുജറാത്തിലെ ഒരു കരാറുകാർ, രാഷ്ട്രീയ സ്വാധീനമുള്ള കരാറുകാർ, അവരെ സംരക്ഷിക്കുന്ന കേന്ദ്ര സർക്കാരിന്റെയും ദേശീയപാത അതോറിറ്റിയുടെയും നിലപാട്, ഇതൊക്കെയാണ് അപകടക്കണികൾ ഉണ്ടാക്കുന്നത് എന്ന് തന്നെയാണോ അങ്ങ് നേരിട്ട് പറയുന്നത്? രാഷ്ട്രീയ സ്വാധീനത്തിന് ഇപ്പൊ ഗുജറാത്തുകാരാവണമെന്നില്ലല്ലോ. കേരളത്തിലെ കരാറുകാരായാലും രാഷ്ട്രീയ സ്വാധീനം വെച്ചുകൊണ്ട് തന്നെ നിലപാട് സ്വീകരിക്കാലോ. കരാറുകാരെ ആവശ്യമില്ലാതെ തോള് കയറ്റി വെച്ചാൽ കരാറുകാരെ ചോദ്യം ചെയ്യാൻ വേണ്ടി ഏതെങ്കിലും ഒരു ഭരണ വിഭാഗത്തിന് പറ്റുമോ? പൊതുമരാമത്തിന് വകുപ്പിനെ സംബന്ധിച്ചിടത്തോളം ഏത് കരാറുകാരും ആയിക്കൊള്ളട്ടെ, സത്യസന്ധമല്ലാതെ PWD മാനുവൽ പ്രകാരമല്ലാതെ ശരിയായ നിലപാട് സ്വീകരിക്കാതെ സമീപനവുമായി മുന്നോട്ട് പോയാൽ ഞങ്ങൾ ശക്തമായ നിലപാടെടുക്കും.
ഈ 15 മാസത്തിനിടയിൽ എത്ര കരാറുകാർക്കെതിരെ നടപടിയെടുത്തു, കരിമ്പട്ടികയിൽപ്പെടുത്തി, എത്ര ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുത്തു, ഉദ്യോഗസ്ഥരെ കൃത്യമായ നിലപാട് സ്വീകരിച്ചു, എണ്ണം പരിശോധിച്ച് നമുക്ക് കാണാം, അത്രയധികമുണ്ട്. എന്നാൽ ദേശീയപാത അതോറിറ്റി ഈ കേരളത്തിലെ റോഡുകളുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും കരാറുകാർക്കെതിരെ ശക്തമായ നിലപാട് സ്വീകരിക്കാൻ തയ്യാറായോ? കരാറുകാർ കൃത്യമായി ജനങ്ങളുടെ മുമ്പിൽ സ്ക്രൂട്ടനി ചെയ്യപ്പെടുന്ന നിലയിലേക്ക് പരസ്യമായി അവരുടെ പേരും ഫോൺ നമ്പറും വെച്ച് റോഡുകൾ പരിപാലിക്കാനുള്ള ഉത്തരവാദിത്തമുണ്ടെന്ന് പറയാൻ എന്തുകൊണ്ട് ദേശീയപാത അതോറിറ്റി മടിക്കുന്നു? ഇതാണ് കേരളം ചോദിക്കേണ്ട ചോദ്യം. PWD മാതൃകയാക്കി ഇത്തരമൊരു നിലപാട് സ്വീകരിക്കണം എന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞില്ലെന്ന് മാത്രമല്ല, പ്രതിപക്ഷ നേതാവ് അതിനെപ്പോലും ഒരു മരണത്തെപ്പോലും സംസ്ഥാന സർക്കാരിനെതിരെ തിരിക്കാൻ വേണ്ടി നോക്കുന്നത് അത് രാഷ്ട്രീയ മാന്യതയല്ല. ഇവിടെ ഞങ്ങൾ ചെയ്ത ഒട്ടേറെ കാര്യങ്ങളുണ്ട്, സമയക്കുറവ് മൂലം ഞാനൊന്നും പറയുന്നില്ല. ഒരു കുഴി പോലും കേരളത്തിലെ റോഡുകളിൽ ഉണ്ടാകാൻ വേണ്ടി പാടില്ല. ആ നിലയിലേക്കുള്ള പദ്ധതികൾ ദേശീയപാത അതോറിറ്റി ഇത്തരത്തിലുള്ള നിലപാട് കരാറുകാരുടെ പേരും നമ്പറും അടക്കം പ്രചരിപ്പിക്കുന്ന പരസ്യപ്പെടുത്തുന്ന നിലപാട് ദേശീയപാത അതോറിറ്റി സ്വീകരിക്കണമെന്ന് സംസ്ഥാന സർക്കാർ ആവശ്യപ്പെടുമോ സാർ? സംസ്ഥാന സർക്കാർ ആവശ്യപ്പെട്ട് കഴിഞ്ഞു, ഇന്നും പറഞ്ഞു കഴിഞ്ഞു, മുമ്പും പറഞ്ഞു. ഇന്ന് ബന്ധപ്പെട്ട ദേശീയപാത അതോറിറ്റിയുടെ കേരളത്തിന്റെ തലവനോട് വളരെ ദീർഘനേരം സംസാരിച്ചുകൊണ്ട് ഇക്കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടി. ദേശീയപാത അതോറിറ്റിയുമായി ബന്ധപ്പെട്ട റോഡുകളുടെ രണ്ടറ്റത്തും കരാറുകാരുടെ പേരും ഫോൺ നമ്പറും വെക്കണം. ഈ രണ്ടറ്റം വേണ്ട, ഇടയ്ക്കിടയ്ക്ക് ഓരോ ജംഗ്ഷനിൽ വെക്കാം. ജനങ്ങൾക്ക് എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ ഏത് കരാറുകാരനെ ബന്ധപ്പെടണം, ഏത് ഉദ്യോഗസ്ഥനെ ബന്ധപ്പെടണം, അത് പരസ്യപ്പെടുത്തുന്നതിൽ എന്താണ് തെറ്റ്? എന്തിനാ നമ്മൾ ഇതിന് മടിക്കുന്നത്? ആരെയാണ് നമ്മൾ ഭയക്കുന്നത്? ഇവിടെ കരാറുകാരിലെ തോളിലേറ്റി വെക്കാൻ ആരെങ്കിലും തയ്യാറാകുമ്പോഴാണ് ഇത്തരം പ്രശ്നം വരുന്നത്. കരാറുകാരിൽ കേരളത്തിൽ നല്ല നിലയിൽ ജോലി ചെയ്യുന്നവരാണ് ഭൂരിപക്ഷം പേരും. എന്നാൽ തെറ്റായ പ്രവണതകളിൽ പെടുന്നവരുണ്ട്. ഉദ്യോഗസ്ഥരിൽ നല്ല നിലയിൽ ജോലി ചെയ്യുന്നവരുണ്ട്, എന്നാൽ തെറ്റായ പ്രവണതകളിൽ പെടുന്നവരുണ്ട്. ഒരു നെക്സസ് കേരളത്തിൽ പ്രവർത്തിക്കുന്നു. ആ നെക്സസിനെ ഉടച്ചു വാർക്കണം. ആ നെക്സസിനെതിരെ ഫൈറ്റാണ് PWD നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുപോലുള്ള ഫൈറ്റ് NHA നടത്തണം. അതുപോലുള്ള ഫൈറ്റ് കേന്ദ്ര സർക്കാർ നടത്തണം. അതുപോലുള്ള ഫൈറ്റിന് കേരളത്തിലെ കേന്ദ്രമന്ത്രിമാർ തയ്യാറാകണം. അതാണ് ചെയ്യേണ്ടത്. ഇവരെന്തിനാണ് ഈ കരാറുകാരെ ഭയപ്പെടുന്നത്? ഞാൻ മനസ്സിലാക്കുന്ന ഇവിടെ ടോൾ ഉൾപ്പെടെ പിരിക്കുന്നുണ്ടെന്നാണ്. എന്തിനീ കരാറുകാരെ ഭയപ്പെടുന്നു? എന്തിനീ കരാറുകാർക്ക് സൗകര്യം ചെയ്തു കൊടുക്കുന്നു? എറണാകുളം ജില്ലയിലെ ഒരു സംഭവം നടന്ന ഉടനെ തന്നെ ശക്തമായ നിലപാടെടുക്കണമെന്ന് പറഞ്ഞ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആക്ട് പ്രകാരം കേസെടുക്കാൻ സമീപനെടുത്തു. മൂടുന്നത് വരെ അല്ലെങ്കിൽ കൃത്യമായി ഇത് ഈ റോഡുകളെ പരിപാലിക്കുന്നുണ്ട് എന്ന് ഉറപ്പുവരുന്നതുവരെ ടോൾ പിരിവ് നിർത്തിവെക്കണമെന്ന് തൃശ്ശൂരിലെയും എറണാകുളത്തെയും കളക്ടർമാരോട് അദ്ദേഹം നേരിട്ട് ആവശ്യപ്പെടുമെന്ന്. നമുക്കത് സാധിക്കുമോ? സംസ്ഥാന സർക്കാർ ആ ഒരു നിർദ്ദേശം നൽകാമല്ലോ. ഇവിടെ സമരം വന്നാൽ ടോൾ പിരിവ് നിർത്തിയിട്ടുള്ള ചരിത്രം നമ്മുടെ മുന്നിലുണ്ട്. സംസ്ഥാന സർക്കാർ ഒഫീഷ്യലായ ഒരു നിർദ്ദേശം നൽകുമോ കളക്ടർമാരിലൂടെ? ഇവിടെ പ്രതിപക്ഷ നേതാവ് കലക്ക് വെള്ളത്തിൽ മീൻ പിടിക്കാനല്ല ഇത്തരം സന്ദർഭങ്ങളിൽ ശ്രമം നടത്തേണ്ടത്. അദ്ദേഹം കേന്ദ്ര സർക്കാരിന്റെ കീഴിലുള്ള ദേശീയപാത അതോറിറ്റിയുടെ പരിപൂർണ ഉത്തരവാദിത്വത്തിലുള്ള റോഡിന്റെ പ്രശ്നവുമായി ബന്ധപ്പെട്ട് അതിലെ ജീവനക്കാർ PWD ഉദ്യോഗസ്ഥരാണെന്ന് പരസ്യമായി പറഞ്ഞിരിക്കുകയാണ്. അതിന് അദ്ദേഹം തിരുത്താൻ തയ്യാറായിട്ടില്ല, ഇതുവരെയും തിരുത്താൻ തയ്യാറായിട്ടില്ല. അവിടെ അദ്ദേഹം ആരെയാണ് സംരക്ഷിക്കുന്നത്? ഒന്ന്, ഈ കരാറുകാരെ സംരക്ഷിക്കുകയാണ്. 2, ദേശീയപാത അതോറിറ്റിയെ സംരക്ഷിക്കുകയാണ്. 3, കേന്ദ്ര സർക്കാരിനെ സംരക്ഷിക്കുകയാണ്. 4, കേരളത്തിലെ കേന്ദ്രമന്ത്രിമാരെ സംരക്ഷിക്കുകയാണ്. അതിൽ ഞങ്ങളെടുത്തൊരു സമീപനമുണ്ട്. എറണാകുളം ജില്ലയിൽ തൃപ്പൂണിത്തറയിൽ ഒരു അപകടമുണ്ടായി. ആ അപകടത്തിന്റെ ഭാഗമായി നിർഭാഗ്യകരമായ സംഭവങ്ങൾ ഉണ്ടായി. ഞങ്ങളെടുത്ത നിലപാടെന്താ? PWD പറഞ്ഞു ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആക്ട് പ്രകാരം കേസെടുക്കണമെന്നുള്ളതാണ് PWDയുടെ നിലപാട്. ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആക്ട് പ്രകാരം കേസെടുക്കാൻ PWDക്ക് അധികാരമില്ല. അത് അധികാരമുള്ളവരോട് ആവശ്യപ്പെട്ടു. എന്തുകൊണ്ട് ഇതുപോലൊരു നിലപാട് സ്വീകരിക്കാൻ ബന്ധപ്പെട്ടവർ തയ്യാറാകുന്നില്ല? അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. വിഷയം പരിഹരിക്കുക എന്നുള്ളതല്ല പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ളവരുടെ ലക്ഷ്യം. സർക്കാരിനെ കരിവാരിത്തേക്കുക എന്നുള്ളതാണ്. പ്രതിപക്ഷ നേതാവ് ജനിക്കുന്നതിന് മുമ്പ് കേരളം ഉണ്ടായെന്ന മുതൽ നമ്മൾ ചർച്ച ചെയ്യപ്പെടുന്ന പ്രശ്നമാണ് റോഡും കുഴികളും ഇതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളും. ഇത് പരിഹരിക്കണമെന്ന് ആത്മാർത്ഥമായ ആഗ്രഹം വെച്ചുകൊണ്ട് പറയട്ടെ, ഈ പറയുന്ന പ്രതിപക്ഷ നേതാവുമായും പ്രതിപക്ഷ കക്ഷികളുമായും എല്ലാവരുമായും ചർച്ച ചെയ്തുകൊണ്ട് മുന്നോട്ട് വെച്ചതാണ് DLP സംവിധാനം. പ്രതിപക്ഷ നേതാവ് അദ്ദേഹത്തിന്റെ മണ്ഡലത്തിൽ DLP ബോർഡ് ഉദ്ഘാടനം ചെയ്തു. ഈ സംവിധാനത്തെ പ്രകീർത്തിച്ച് സംസാരിച്ചു. എന്തുകൊണ്ട് പ്രതിപക്ഷ നേതാവ് ദേശീയപാത അതോറിറ്റി ഇതുപോലെ DLP ബോർഡുകൾ വെക്കണം, ദേശീയപാത അതോറിറ്റി പറയാൻ തയ്യാറാകുന്നില്ല? ടോളിൽ എന്താണ് സർക്കാർ നിലപാട്? ഇങ്ങനെ നമുക്ക് സുരക്ഷിതമായി യാത്ര ചെയ്യാൻ കഴിയാത്ത റോഡുകൾ ഒരുക്കി വെക്കുന്നവർക്ക് നമ്മൾ അങ്ങോട്ട് പണം കൊടുക്കണോ? ടോള് വാങ്ങുന്നുണ്ടെങ്കിൽ ടോള് വാങ്ങുന്നതിന്റെ ഭാഗമായി വഹിക്കേണ്ട ഉത്തരവാദിത്തം നിർവഹിക്കണം.
ആളുകളിൽ നിന്നും ടോളും വാങ്ങി റോഡിലെ കുഴികൾ അടക്കാനും തയ്യാറാകാതെ ജനങ്ങളെ വഞ്ചിക്കുന്ന നിലപാട് സ്വീകരിക്കാൻ പാടില്ല. അത് ബന്ധപ്പെട്ട കരാറുകാരോട് കർശനമായ നിലപാട് സ്വീകരിക്കാൻ കേന്ദ്ര സർക്കാർ തയ്യാറാകും. ശരി, വളരെയധികം നന്ദി ശ്രീ പി എ മുഹമ്മദ് റിയാസ്. ഞങ്ങളോടൊപ്പം ഈ തിരക്കിനിടയിലും ഇത്രയധികം സമയം ചെലവഴിച്ചതിന് വളരെയധികം നന്ദി അങ്ങ് പ്രതികരിച്ചതിനും. നമുക്കിനി ചർച്ചയിലേക്ക് പോകാം. ശ്രീ വി കെ സനോജ, ഇപ്പോൾ ശ്രീ മുഹമ്മദ് റിയാസ് പറഞ്ഞു വെച്ചത് അങ്ങ് കേട്ടിട്ടുണ്ടാകും. ഇടതുപക്ഷ യുവജന സംഘടനകൾക്ക് ടോൾ സമരം ഒരു പുത്തരിയല്ല, ടോൾ നൽകരുത് എന്നാണ് പ്രതിപക്ഷ നേതാവിന്റെ ആഹ്വാനം. കരാറുകാർക്കെതിരെ മാത്രം പറഞ്ഞവസാനിപ്പിക്കുകയാണ് ഇപ്പോൾ ശ്രീ പി എ മുഹമ്മദ് റിയാസ്. എന്താണ് ഇടത് യുവജന സംഘടനകളുടെ നിലപാട്? നമ്മളെ കൊല്ലാൻ കുഴികൾ ഒഴുക്കി വെച്ചിരിക്കുന്ന റോഡുകൾക്ക് നമ്മൾ അങ്ങോട്ട് പണം കൊടുത്ത് ടോൾ കൊടുക്കേണ്ട നിലപാട് ഇനിയും കേരളം ചെയ്യണമോ? അല്ല, ഈ വിഷയം സംബന്ധിച്ച് വളരെ കൃത്യമായി തന്നെ ബഹുമാനപ്പെട്ട മന്ത്രി ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി. ഇവിടെ കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് ടോൾ ബഹിഷ്കരിക്കണമെന്നൊക്കെ ആഹ്വാനം ചെയ്തു. അതിൻ്റെ ഉദ്ദേശം എന്താണ് എന്ന് കേരളത്തിലെ ജനങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. 2 പച്ചക്കള്ളമാണ് അദ്ദേഹം ഇന്ന് കേരളത്തിലെ ജനങ്ങളോട് പറഞ്ഞത്. ഒന്നാമത്തെ കള്ളം, കേരളത്തിലെ ദേശീയപാത അതോറിറ്റിയുടെ ജീവനക്കാരെ നിശ്ചയിക്കുന്നത് സംസ്ഥാന ഗവൺമെൻറ്റാണ്, സംസ്ഥാന സർക്കാർ ഉദ്യോഗസ്ഥന്മാരാണെന്നാണ് പറഞ്ഞത്. രണ്ടാമത് അദ്ദേഹം പറഞ്ഞത് 2018 ശേഷം കേരളത്തിലെ നദികളിൽ അത് മറ്റ് തോടുകളിലൊക്കെ അടിഞ്ഞുകൂടിയിട്ടുള്ള മണൽ ചെളിയൊന്നും നീക്കം ചെയ്യാൻ സംസ്ഥാന ഗവൺമെൻറ് ഒരു മുൻകൈയും എടുത്തിട്ടില്ല എന്നാണ്. ഇത് രണ്ടും പച്ചക്കള്ളമാണ്. ഇപ്പോൾ ഒന്നാമത്തെ കള്ളത്തിൻ്റെ കാര്യം ഇവിടെ പറഞ്ഞു. ദേശീയപാത അതോറിറ്റിയുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരെ ആര് നിയമിക്കുന്ന കാര്യം വളരെ കൃത്യമായും ജനങ്ങൾക്ക് മുന്നിൽ അറിവുള്ള കാര്യമാണ്. രണ്ടാമത്തെ 2018 പ്രളയത്തിന് ശേഷം സംസ്ഥാന ഗവൺമെൻറ് അതിശക്തമായ ഇടപെടൽ ആ കാര്യത്തിൽ നടത്തിയിട്ടുണ്ട്. എന്നാൽ രമേശ് ചെന്നിത്തല ഉൾപ്പെടെയുള്ള ആളുകൾ ആ ഘട്ടത്തിൽ ഈ മണൽ വാരുന്നതിനെതിരായിട്ടുള്ള വലിയ സമരം എന്ന നിലക്ക് പരിസ്ഥിതിവാദികളെ കൂടി രംഗത്തിറക്കിക്കൊണ്ട് ഇത്തരം സംവിധാനങ്ങളെ അട്ടിമറിച്ച സമരത്തിന് നേതൃത്വം കൊടുത്ത ആളുകളാണ്. അതിൻ്റെയും അനുഭവം, അതിൻ്റെയും ചിത്രമൊക്കെ നമ്മുടെ മുമ്പിൽ ഇപ്പോഴുണ്ട്. അപ്പോൾ പ്രതിപക്ഷ നേതാവ് കേരളത്തിലെ ജനങ്ങളെ പറ്റിക്കാൻ ഈ ഒരു ദാരുണമായ സംഭവത്തെ മുൻനിർത്തി വ്യാപകമായി കള്ളപ്രചാരവേല അഴിച്ചുവിടുകയാണ്. ഇവിടെ ഇപ്പം ബഹുമാനപ്പെട്ട മന്ത്രി പറഞ്ഞതുപോലെ കേരളത്തിൽ എല്ലാ കാലത്തും ഇതുപോലെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇപ്പം ഇത് ഈ ഘട്ടത്തിലുണ്ടായ ആദ്യത്തെ സംഭവമൊന്നുമില്ല. പക്ഷേ കേരളത്തിലെ സമീപ കുറച്ച് വർഷത്തെ അനുഭവങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇത്രയേറെ ഫലപ്രദമായി ഇടപെടുന്ന ഒരു വകുപ്പ് വളരെ കൃത്യമായി ഈ കാര്യങ്ങൾക്കകത്ത് മന്ത്രി തന്നെ നേരിട്ട് ഇടപെടൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് കാണാൻ വേണ്ടി കഴിയും. മന്ത്രി തന്നെ നേരിട്ടാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കകത്ത് മോണിറ്ററിംഗ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ജനങ്ങളിൽ നിന്ന് നേരിട്ട് പരാതി സ്വീകരിക്കുന്ന റിംഗ് റോഡ് പദ്ധതി ആരംഭിച്ചു. അതുമായി ബന്ധപ്പെട്ട ഒട്ടേറെ പരാതികൾ ലഭിക്കുകയും അടിയന്തര ഘട്ടങ്ങളിൽ ഇടപെട്ടു എന്ന വാർത്ത നിങ്ങൾ ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ വളരെ കൃത്യമായിട്ട് ഇവിടെ കൊടുത്ത് നമ്മൾ കണ്ടതാണ്. ടെക്നോളജിയെ വളരെ ഫലപ്രദമായി ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്. ആ കാര്യത്തെ വെച്ച് പ്രത്യേക ആപ്പ് തന്നെ തയ്യാറാക്കി അതുമായി ബന്ധപ്പെട്ട പരാതികൾ സ്വീകരിച്ച് ആ കാര്യങ്ങൾ മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ ഒരു ഉത്തരവാദിത്തപ്പെട്ട ഗവൺമെൻറ് എന്ന നിലയിൽ വളരെ കൃത്യമായ ഇടപെടലാണ് ഈ കാര്യത്തിൽ നടത്തിയിട്ടുള്ളത്. പക്ഷേ ഇവിടെ എന്താ സംഭവം? ഒരു നിമിഷം ശ്രീ വി കെ സനോജ്, ഞാൻ ചോദിച്ചത് അതായത് നമുക്ക് സുരക്ഷിതമായി യാത്ര ചെയ്യാൻ കഴിയാത്ത റോഡുകളിൽ ഇനിയും ടോൾ നൽകി പോകേണ്ട ഗതികേട് കേരളത്തിനുണ്ടെങ്കിൽ ആ സംവിധാനത്തിനെതിരെ സമരത്തിന് ഇടത് യുവജന സംഘടനകൾ തയ്യാറാകുമോ എന്നാണ് ഞാൻ ചോദിച്ചത്. ഇല്ല, അത് തന്നെയാണ് ഞാൻ പറഞ്ഞത്. ഇപ്പോൾ ദേശീയപാത അതോറിറ്റി ജനങ്ങളിൽ നിന്ന് ടോൾ വിരിക്കുന്നുണ്ടെങ്കിൽ കൃത്യമായി ജനങ്ങൾക്ക് സുഗമമായി യാത്ര ചെയ്യാൻ ആവശ്യമായ സൗകര്യം ദേശീയപാത അതോറിറ്റി ഒരുക്കണം. അതൊരുക്കണം എന്നാണ് കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് പറയേണ്ടത്. കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് ആരെ കുറ്റപ്പെടുത്തുന്നത്? ഈ ഒരു ദാരുണമായ സംഭവത്തെ മുൻനിർത്തി ഇടതുപക്ഷ ഗവൺമെൻറ്റിനെ എങ്ങനെ വേട്ടയാടാം, എങ്ങനെ ജനങ്ങൾക്ക് മുന്നിൽ തെറ്റിദ്ധാരണ പരത്തി ഒരു പുകമറ സൃഷ്ടിക്കാം എന്നല്ലേ നോക്കുന്നത്? നിങ്ങളെന്താണ് പ്രതിപക്ഷ നേതാവിനോട്, കേരളത്തിൻ്റെ പ്രതിപക്ഷത്തോട് ആ ചോദ്യം ചോദിക്കാത്തത്? കേരളത്തിലെ മാധ്യമങ്ങളും അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ ഇവിടെ പ്രചരിപ്പിക്കുകയല്ലേ? ഇവിടെ യഥാർത്ഥത്തിൽ ആരാണ് ഇതിനെതിരായ നിലപാട് സ്വീകരിക്കേണ്ടത്? ഞങ്ങൾക്ക് വളരെ കൃത്യമായ നിലപാടുണ്ട്. ദേശീയപാത അതോറിറ്റിയാണ് ടോൾ പിരിക്കുന്നതെങ്കിൽ ദേശീയപാത അതോറിറ്റി ആ റോഡുമായി ബന്ധപ്പെട്ട എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കാൻ തയ്യാറാവേണ്ടതുണ്ട്. അങ്ങനെ തയ്യാറാവുന്നില്ലെങ്കിൽ അതിശക്തമായ ഇടപെടൽ നടത്താൻ ഡിവൈഎഫ്ഐ ഉൾപ്പെടെയുള്ള സംഘടനകൾ ഇവിടെ തയ്യാറാവും എന്ന് തന്നെയാണ് ഞങ്ങൾക്ക് ഇവിടെ പറയാനുള്ളത്. ശരി, അതാണ് പറയാനുള്ളത്. പിന്നെ പ്രതിപക്ഷ നേതാവ് മാധ്യമങ്ങളോട് ഇക്കാര്യത്തിൽ പ്രതികരിക്കുന്നു, അദ്ദേഹം അങ്ങനെ ഒരു നിലപാട് സ്വീകരിക്കുന്നു. അതിൽ ഉത്തരം പറയാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആളാണ് സംസ്ഥാനത്തെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി. അദ്ദേഹത്തോട് ആ കാര്യം ചോദിച്ചത് അതിലൊരു വ്യക്തത വരാൻ വേണ്ടി തന്നെയാണ്. ഇനി ആ രാഷ്ട്രീയ ആരോപണത്തിന് മറുപടി പറയാൻ നമ്മളോടൊപ്പം കോൺഗ്രസ് പ്രതിനിധിയുമുണ്ട്, ശ്രീ റിജിൽ മാക്കുറ്റി. ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് ഈ ഒരു വിഷയത്തിൽ പ്രതികരണത്തിന് വരുന്ന സമയത്ത് അദ്ദേഹം പൂർണ്ണമായും സംസ്ഥാന സർക്കാരിനെ കുറ്റപ്പെടുത്തുന്നില്ല. അദ്ദേഹം ദേശീയപാത അതോറിറ്റിയുമായി ബന്ധപ്പെട്ടും വിമർശനങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. ടോൾ പിയുമായി ബന്ധപ്പെട്ട് പ്രതിഷേധങ്ങൾ സംഘടിപ്പിക്കണമെന്ന് ആവശ്യപ്പെടുന്നുണ്ടെങ്കിലും വസ്തുതാപരമായ ഒരു പിശക് അദ്ദേഹത്തിന്റെ പ്രസ്താവനയിൽ ഉണ്ടായി എന്നാണ് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയും ഇപ്പോൾ നമ്മുടെ ഇടത് പ്രതിനിധിയും ചൂണ്ടിക്കാണിക്കുന്നത്. അങ്ങനെ ഒരു പിഴവ് ഉണ്ടാകാൻ പാടുള്ളതാണോ?
ശ്രീമതി മാധു യഥാർത്ഥത്തിൽ ഈ വളരെ ഗൗരവതരമായ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടാണ് നമ്മൾ ചർച്ച നടത്തിയത്. അതിനകത്ത് മന്ത്രി പറയുന്ന കാര്യങ്ങൾ എന്താണ് നമ്മൾ കേട്ടത്? മന്ത്രിയുടെ ഒരു നിസ്സഹായാവസ്ഥയാണ് യഥാർത്ഥത്തിൽ നമ്മൾ അദ്ദേഹത്തിൻ്റെ ഈ പ്രസ്താവനയിലൂടെ അദ്ദേഹം ഇപ്പോൾ ചാനലിൽ വന്നിരുന്ന് പറഞ്ഞത്. ഒരു പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയാണ്, നാട്ടിലെമ്പാടും കുഴിയാണ്, എല്ലാ റോഡിലും, അത് PWD റോഡിലും കുഴിയാണ്, അതോടൊപ്പം ദേശീയപാതയിലും കുഴിയാണ്. എവിടെ തിരിഞ്ഞങ്ങ് നോക്കിയാലും അവിടെല്ലാം പൂത്ത മരങ്ങൾ കാണാമെന്ന് ചങ്ങമ്പുഴ പാടിയിട്ടുണ്ട്. ഇപ്പോൾ കേരളത്തിൽ എവിടെ തിരിഞ്ഞ് നോക്കിയാൽ അവിടെല്ലാം വലിയ കുഴികൾ കാണുന്ന അവസ്ഥയിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇത് രണ്ട് സ്ഥലത്തുണ്ട്. അപ്പോൾ രണ്ട് സർക്കാരും, കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരും ഒരേ പ്രതികളാണ്. അപ്പോൾ ഇവരുടെ നിസ്സഹായാവസ്ഥയും നിരുത്തരവാദപരവുമായ നിലപാടിൻ്റെ ഭാഗമായാണ് ഇത്തരത്തിലുള്ള റോഡുകളെല്ലാം തന്നെ തകർന്നുകൊണ്ടിരിക്കുന്നത്. എന്തുകൊണ്ടാണ് ഈ പ്രീ മൺസൂൺ എന്ന് പറയും? പ്രത്യേകിച്ച് നമുക്കറിയാം ജൂൺ ജൂലൈ മാസത്തിലാണ് കേരളത്തിൽ പൊതുവെ മഴ ആരംഭിക്കാറ്. ഇപ്പോൾ 2-3 വർഷമായി ഏപ്രിൽ തൊട്ട് ഇങ്ങോട്ട് മഴയാണ്. ആ മഴയാണെന്ന് ഈ വർഷം മാത്രമല്ലല്ലോ, കഴിഞ്ഞ വർഷം 2-3 വർഷമായി നേരത്തെ മഴ ലഭിക്കുന്നു. അതിന് മുമ്പേ അറ്റകുറ്റപ്പണി ചെയ്യേണ്ട റോഡുകൾ അത് കൃത്യമായി അറ്റകുറ്റപ്പണി ചെയ്ത് സഞ്ചാരയോഗ്യമാക്കേണ്ട ഉത്തരവാദിത്തം ആർക്കാണ്? മഴ വരും, കുഴിയുണ്ടാകുമെന്ന് സർക്കാരിനും അതോടൊപ്പം ഈ ഭരിക്കുന്ന ആളുകൾക്ക് അറിയില്ലേ? അത് ചെയ്തില്ല എന്നുള്ളത് ഗുരുതരമായ തെറ്റാണ്. മാത്രമല്ല ഇത് പ്രതിപക്ഷ നേതാവ് മാത്രമല്ലല്ലോ, കേരള ഹൈക്കോടതി എത്ര രൂക്ഷമായിട്ടാണ് പശവെച്ചിട്ടാണ് റോഡുണ്ടാക്കുന്നത് ചോദിച്ചല്ലോ കഴിഞ്ഞ ദിവസം കേരള ഹൈക്കോടതി. പിന്നെ പറഞ്ഞു പരിതാപകരും വേദനാജനകവുമാണ് കേരളത്തിലെ റോഡുകൾ അവസ്ഥ എന്ന് പറഞ്ഞ് കേരളത്തിലെ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയാണ്. ഹൈക്കോടതിക്ക് എന്ത് രാഷ്ട്രീയമാണ്? ഹൈക്കോടതി ഉൾപ്പെടെയുള്ള ആളുകൾ എല്ലാവരും റോഡിലൂടെ സഞ്ചരിക്കുന്നവരല്ലേ, ജഡ്ജിമാരായാലും ഇവിടുത്തെ എല്ലാവരും റോഡിലൂടെ യാത്ര ചെയ്യുന്ന ആളുകളല്ലേ. എവിടെ പോയാലും കുഴിയിട്ട് ആളുകൾ മരിക്കുന്നു. ഇന്നലെ ഇപ്പോൾ നെടുമ്പാശ്ശേരിയിൽ നടന്ന ദാരുണമായ സംഭവം, ഒരു യാത്രക്കാരൻ അതിദാരുണമായാണ് കൊലയപ്പെട്ടത്. ഒരു വ്യവസ്ഥയുടെ സിസ്റ്റത്തിൻ്റെ ഭാഗമായി നടന്ന ഒരു കൊലപാതകമല്ലേ. അതേ ആ കുഴിയിൽ വീണ് അദ്ദേഹം തെറിച്ച് വീണ് മറ്റൊരു വാഹനം കയറി മരിക്കുകയാണ്. അപ്പോൾ അത്തരത്തിലേക്ക് പോകുമ്പോൾ ഒരാളുടെ മരണത്തിലേക്ക് പോലും എത്തി നിൽക്കുന്ന അവസ്ഥയിൽ കേരളത്തിനകത്ത് മാറുമ്പോൾ മന്ത്രി പറയുകയാണ് അത് കേന്ദ്രവും സംസ്ഥാന സർക്കാർ ഒന്നിച്ച് പോകേണ്ടതല്ലേ. ഇപ്പോൾ പ്രതിപക്ഷ നേതാവിന് അവിടെ പോയി ഇടപെടാൻ കഴിയില്ല. ഭരണപരമായി ഇടപെടൽ നടത്തേണ്ട മന്ത്രിയാണ്. റോഡുകളിൽ PWDക്ക് ഈ പറയുന്ന പരിപാലന ചുമതലയില്ല, ചെയ്യാൻ കഴിയില്ല, അത് ഫെഡറൽ തത്വങ്ങളുടെ ലംഘനമാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. ഞാൻ പറയുന്നു ശ്രീമതി മാധു, ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇത്തരം വിഷയങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തിക്കൊണ്ട് ആ ദേശീയപാത അതോറിറ്റിയെ കൊണ്ട് ഇത് ചെയ്യിക്കാനുള്ള ഉത്തരവാദിത്വമല്ലേ? അത് മന്ത്രിയല്ല, ഒരു വകുപ്പിൻ്റെ മന്ത്രി, കേന്ദ്ര ഗവൺമെൻറ് ഉപരിതല ഗതാഗത വകുപ്പുമായി ബന്ധപ്പെട്ട് ചേർന്ന് കേന്ദ്ര സംസ്ഥാന വകുപ്പ് മന്ത്രി ഇവർക്ക് ഒരു വകുപ്പ് കൈകാര്യം ചെയ്യുന്ന അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്യാൻ ആ മന്ത്രിയെയും അതുമായി ബന്ധപ്പെട്ട ആളുകളെ അറിയിക്കേണ്ട ഉത്തരവാദിത്തമായിരിക്കുക സർക്കാർ ഇനീഷ്യേറ്റ് ചെയ്യേണ്ടേ, മന്ത്രി ഇനീഷ്യേറ്റ് ചെയ്യേണ്ടേ? മന്ത്രി ഇങ്ങനെ ഒരു നിസ്സഹായാവസ്ഥയിലാണോ പറയേണ്ടത്? ഞങ്ങൾ ഇങ്ങനെ ചെയ്തു, ചെയ്യിക്കാൻ ഞങ്ങൾ ഇടപെട്ടു, അതിനകത്ത് എന്ത് ഇടപെടൽ നടത്തിയെന്ന് മന്ത്രി പറയണ്ടേ? ദേശീയപാത അതോറിറ്റിക്ക് വളരെ ഗുരുതരമായ പിശക് പറ്റിയിട്ടുണ്ട് എന്ന് ഞങ്ങൾ പറയുന്നു. ബഹുമാന്യനായ പ്രതിപക്ഷ നേതാവ് പറഞ്ഞ കാര്യമുണ്ട്. അദ്ദേഹം പറഞ്ഞ ഒരു കാര്യത്തിനകത്ത് PWDയുടെ ഉദ്യോഗസ്ഥന്മാർ ദേശീയപാതയിലേക്ക് പോകുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇത്തരം കാര്യങ്ങൾ നോക്കാനും അത് നടപ്പാക്കാനും ആ സംവിധാനത്തെ കൊണ്ട് ഇത് ചെയ്യേണ്ടതാരാണ്? പ്രതിപക്ഷമാണോ? പ്രതിപക്ഷമല്ലല്ലോ, അതിനല്ലേ മന്ത്രിയായിരിക്കുന്നത്. മന്ത്രി മിന്നൽ സന്ദർശനമൊക്കെ നടത്തുന്നില്ല, ഗസ്റ്റ് ഹൗസിലൊക്കെ പോയി മിന്നൽ സന്ദർശനം നടത്തി പോയ ഒരു മന്ത്രിയല്ലേ കേരളത്തിലെ പൊതുമരാമത്ത് മന്ത്രി. എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ കുഴി വന്ന് ഇങ്ങനെ നാട്ടിലെ ജനങ്ങൾ മൊത്തം മരിക്കുമ്പോൾ ആളുകൾക്ക് റോട്ടിൽ ഇറങ്ങാൻ പറ്റാത്ത അവസ്ഥയുണ്ടാകുമ്പോൾ മന്ത്രി ഇങ്ങനെ പറയുന്ന കാരണം എന്താ? അത് കഴിവുകേടാണ്. മന്ത്രിയുടെ നിരുത്തരവാദപരമായ നിലപാടുകളും അതോടൊപ്പം കഴിവില്ലായ്മയുമാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട കാരണം. ആ കഴിവില്ലായ്മ, സ്വന്തം കഴിവില്ലായ്മ മറച്ചു വെക്കാൻ അദ്ദേഹം പഴിചാരുകയാണ്, പ്രതിപക്ഷ നേതാവിനെ പഴിചാരുകയാണ്. അതുകൊണ്ട് ആ കഴിവുകൾ മാറ്റിക്കൊണ്ട് യഥാർത്ഥത്തിൽ PWDയുമായി ബന്ധപ്പെട്ട PWDക്ക് ഉത്തരവാദിത്തമുള്ള റോഡുകളിൽ കുഴികളില്ല എന്നൊരു പ്രഖ്യാപനമൊന്നും നമ്മൾ നടത്തുന്നില്ല. അങ്ങനെ ഒരു അവകാശവാദം നമ്മുടെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിക്ക് പോലും ഇല്ല. അദ്ദേഹവും പറയുന്നുണ്ട്. പക്ഷെ അദ്ദേഹം പരമാവധി ശ്രമിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു വെക്കുന്നു. ഇന്നിപ്പോൾ നമ്മൾ ഈ ചർച്ചയ്ക്ക് ഇടയാക്കിയ കാരണം എന്ന് പറയുന്നത് ദേശീയപാതയുമായി ബന്ധപ്പെട്ട ദേശീയപാതയിൽ ഉണ്ടായ ഒരു അപകടമാണ്. അപ്പോൾ അദ്ദേഹം എന്താണ് പറയേണ്ടത്? അദ്ദേഹം പറയുന്നത് ദേശീയപാത അതോറിറ്റിക്ക് ചുമതലയുള്ള, അവർക്ക് പരിപാലന ചുമതലയുള്ള സ്ഥലമാണ്. അവിടുത്തെ ഉത്തരവാദിത്തം നിർവഹിക്കുക എന്ന് പറയുന്നത് അവരുടെ പരിധിയിൽപ്പെട്ട, അവരുടെ അധികാര പരിധിയിൽപ്പെട്ട കാര്യമാണ്. ഇത് സംബന്ധിച്ച് കഴിഞ്ഞ 2-3 ആഴ്ചകൾക്ക് മുൻപാണ് ഇവിടെ ഘോരഘോരം വാഗ്വാദങ്ങൾ ഉണ്ടായത്. അങ്ങേക്ക് ഓർമ്മയുണ്ടാകുമല്ലോ, ഒരു കേന്ദ്രമന്ത്രിയുടെ വാർത്താ സമ്മേളനത്തിൽ അത്രയും കുഴികൾ സംസ്ഥാന പാതയിലില്ല എന്നതടക്കമുള്ള പരാമർശങ്ങളൊക്കെ വന്നത്. അപ്പോൾ ഈ അവകാശ തർക്കം അവിടെ നടക്കുന്നുണ്ട്. ഇപ്പോൾ മന്ത്രിക്ക് ചെയ്യാൻ കഴിയുന്നത് ചെയ്യുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. എന്നോടാണോ ചോദ്യം? അതെ, അങ്ങയോടാണ്. ഹലോ, എന്നോടാണോ? റിജിൽ അങ്ങോട്ടാണ്. ഞങ്ങൾ ഈ കേന്ദ്രവും സംസ്ഥാനവും തമ്മിലുള്ള ഇവരുടെ
അതെ അതെ, ഇവർ തമ്മിലുള്ള അധികാര തർക്കത്തിന്റെ അപ്പുറത്തേക്ക് ജനങ്ങളെ ബാധിക്കുന്ന വിഷയമാണ്. മഴ പെയ്യുമ്പോൾ റോഡ് കുഴിയാകുന്നു, സഞ്ചാരയോഗ്യമാകുന്ന ആളുകൾ മരിക്കുന്നു. നമ്മൾ ആരോട് പറയണം? പ്രതിപക്ഷവും അതുപോലെ ജനങ്ങളും ആരോട് പറയണം? ഇവർ ദേശീയപാത അതോറിറ്റിയാണ്, അത് നമ്മൾ PWD ആണെന്നൊക്കെ പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും പറയല്ലോ. ഇതിന് പ്രതിവിധിയല്ലേ ഇത്? യഥാർത്ഥത്തിൽ മഴ വരുന്നതിന് മുമ്പ് ഇത് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യിക്കാൻ PWDക്ക് അപ്പുറത്തേക്ക് ദേശീയപാതയുമായി ബന്ധപ്പെട്ട ആ ഉദ്യോഗസ്ഥന്മാരെ വിളിച്ചു വരുത്തി അവരെ വിളിക്കാനുള്ള ഉത്തരവാദിത്വം മന്ത്രി കാണിക്കേണ്ടത്. ശശികുമാർ കൂടി ചേരുകയാണ്. ശ്രീ ശശികുമാർ, ഇപ്പോൾ ദേശീയപാത അതോറിറ്റിക്ക് അധികാര പരിധി, അവരുടെ അധികാര പരിധിയിൽ വരുന്ന സ്ഥലത്താണ് അവിടെ സംസ്ഥാന സർക്കാരിന് പ്രത്യേകിച്ചൊന്നും ചെയ്യാൻ കഴിയില്ല, അവരുടെ ഉത്തരവാദിത്തമാണ് എന്നുള്ളതാണ് ശ്രീ PA മുഹമ്മദ് റിയാസ് സൂപ്പർ പ്രൈം ടൈമിൽ നമ്മളോടൊപ്പം ചേർന്ന് പ്രതികരിച്ച് അദ്ദേഹം രാവിലെ മുതൽ ആ സ്ഥലത്ത് സന്ദർശനം നടത്തുമ്പോഴും ഒക്കെ പറഞ്ഞു വെക്കുന്നത് ഇതുതന്നെയാണ്. ദേശീയപാത അതോറിറ്റി ഇക്കാര്യത്തിൽ എന്തുകൊണ്ടാണ് ഇത്രമേൽ കെടുകാര്യസ്ഥത വെച്ച് പുലർത്തുന്നത്? നമ്മുടെ ജീവന്, നമ്മുടെ ആളുകൾ, വണ്ടിയുമായി വഴിയിലിറങ്ങുന്ന ആളുകളുടെ ജീവനോട് ഒരു ഉത്തരവാദിത്വവും ഇല്ലാത്ത പ്രവർത്തനം എങ്ങനെയാണ് ഉണ്ടാകുന്നത്? നമ്മുടെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയുടെ പ്രസ്താവനകൾ കേട്ടപ്പോൾ അത് DYFIയുടെ സമ്മേളനത്തിൽ പറയാൻ കൊള്ളുന്ന കാര്യങ്ങളാണ് അദ്ദേഹം പറഞ്ഞത്. അതല്ലാതെ ഒരു ഭരണാധികാരി എന്നുള്ള നിലയിൽ, പൊതുമരാമത്തിന്റെ വകുപ്പിന്റെ മന്ത്രി എന്നുള്ള നിലയിൽ പറയാൻ കൊള്ളുന്ന കാര്യങ്ങളല്ല അദ്ദേഹം പ്രയോഗിച്ചത്. ഒന്ന്, അദ്ദേഹം മന്ത്രിയായതിനു ശേഷം പറഞ്ഞ കാര്യം വീണ്ടും എടുത്തു സൂചിപ്പിച്ചു. ഒരു റോഡ് നിർമ്മിച്ചു കഴിഞ്ഞാൽ ആ റോഡ് നിർമ്മിച്ച കോൺട്രാക്ടറുടെ പേരും ഫോൺ നമ്പരും എഴുതി എല്ലാ കവലകളിലും പ്രദർശിപ്പിക്കണം. ഞാൻ ഒരു കാര്യം മുഹമ്മദ് റിയാസിനോട് ചോദിക്കട്ടെ. ഈ റോഡുകൾ കോൺട്രാക്ട് കൊടുക്കുമ്പോൾ അതിന് ടെക്നിക്കൽ സാങ്ഷനും അഡ്മിനിസ്ട്രേറ്റീവ് സാങ്ഷനും ലഭിക്കുന്നത് ഈ നാട്ടിലെ ജനങ്ങൾ അല്ല അതിന് സാങ്ഷൻ കൊടുക്കുന്നതും അത് അനുമതി വാങ്ങിക്കുന്നതും. അത് വാങ്ങിക്കുന്നത് ഓരോ ഗവൺമെന്റിന്റെയും ഓരോ ഭരണ കർത്താക്കളുടെയും ഉത്തരവാദിത്തമാണ്. അത് പൊതുമരാമത്തിന്റെ ഉത്തരവാദിത്തമാണ്, അല്ലെങ്കിൽ ദേശീയപാത അതോറിറ്റിയുടെ ഉത്തരവാദിത്തമാണ്. അങ്ങനെ വാങ്ങിച്ച് കോൺട്രാക്ട് കൊടുത്ത റോഡ് അവിടെ കോൺട്രാക്ടറുടെ പേരെഴുതി വെക്കുക എന്നുള്ളതല്ല. ഒരു സംസ്ഥാന ഗവൺമെന്റിന്റെ ഉത്തരവാദിത്തം എന്ന് പറയുന്നത് ഈ നിർമ്മിക്കപ്പെടുന്ന റോഡുകളുടെ സംരക്ഷണം യഥാസമയത്ത് ദേശീയപാത അതോറിറ്റി ആയാലും PWD ആയാലും കൃത്യമായി നടപ്പിലാക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കേണ്ട ഉത്തരവാദിത്തം ജനങ്ങൾ ഏൽപ്പിച്ചിരിക്കുന്നത് ഒരു സർക്കാരിനെയാണ്. ഒരു പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയാണ്, വകുപ്പിനെയാണ്. കൂടാതെ ആ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിക്ക് ഇത്തരം കാര്യങ്ങൾ പരിശോധിക്കാൻ 32-ലധികം പേഴ്സണൽ സ്റ്റാഫും കൂടെ നിയമിക്കപ്പെട്ട ഒരു പൊതുമരാമത്ത് വകുപ്പിന്റെ മന്ത്രി വന്നിരുന്ന ജനങ്ങളോട് പറയുകയാണ്, പേരും ഫോൺ നമ്പറും എഴുതി വെച്ച് ജനങ്ങൾ വേണം ഈ കോൺട്രാക്ടറെ വിളിക്കാനും ഈ റോഡ് നന്നാക്കാൻ പറയാനും. എന്ത് മര്യാദയാണ് ഉപയോഗിക്കുന്നത്? അത് ഞാൻ കേന്ദ്ര സർക്കാർ. അങ്ങനെയാണെങ്കിൽ ദേശീയപാത അതോറിറ്റിക്കും ഉപരിതല ഗതാഗത വകുപ്പ് മന്ത്രിക്കും അത്തരം വകുപ്പുകൾക്കും ഒന്നും യാതൊരു ഉത്തരവാദിത്വമില്ലേ? ശരി, PWD മിനിസ്റ്റർക്ക് അങ്ങനെ ഒരു ഉത്തരവാദിത്തമുണ്ട്, ഇതൊക്കെ സമയത്തിന് നിർവഹിക്കപ്പെടുന്നുണ്ടോ എന്ന് അന്വേഷിക്കാൻ. പക്ഷെ ഇത് ചെയ്യേണ്ടവരുണ്ടല്ലോ, അവർക്ക് ഉത്തരവാദിത്തമില്ലേ? ആ ചെയ്യേണ്ടവരെ കൊണ്ട് ചെയ്യിപ്പിക്കേണ്ട ഫെഡറൽ സംവിധാനമാണ് സംസ്ഥാന ഗവൺമെന്റുകളുടെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത്. അതല്ലാതെ കേന്ദ്രമന്ത്രിമാർ കേരളത്തിൽ വരുമ്പോൾ അവരെ കളിയാക്കാനും അവർക്കെതിരെ ആരോപണങ്ങൾ ഉന്നയിക്കാനും ശ്രമിക്കുന്ന ആളുകൾ തന്നെ വീണ്ടും അതേ കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെട്ടപ്പോൾ എന്താ കഴിഞ്ഞ ദിവസം മുഹമ്മദ് റിയാസ് പറഞ്ഞത്? കേന്ദ്ര പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി നിതിൻ ഗഡ്കരിയോട് ആവശ്യപ്പെട്ടപ്പോൾ കേരളത്തിലെ ദേശീയപാതകളുടെ അറ്റകുറ്റപ്പണികൾ പൂർത്തിയാക്കാനുള്ള എല്ലാ സഹായവും ചെയ്യാമെന്ന് അദ്ദേഹം വാഗ്ദാനം ചെയ്തു എന്ന പ്രസ്താവന നടത്തിയ ആളാണ് മുഹമ്മദ് റിയാസ്. ആ മുഹമ്മദ് റിയാസ് വന്നിരുന്നാണ് ഈ DYFIയുടെ സമ്മേളനത്തിൽ പ്രസംഗിക്കുന്നത് പോലെ ദേശീയപാത അതോറിറ്റിക്കെതിരെ ഇത്തരത്തിലുള്ള പ്രഖ്യാപനങ്ങൾ നടത്തുന്നത്. ഇവിടുത്തെ PWD റോഡുകളുടെ കണക്ക് നിങ്ങൾ പരിശോധിക്കൂ. PWD റോഡുകളുടെ കുഴികൾ ഒന്ന് പരിശോധിക്കൂ. എന്താ ഇപ്പം മുഹമ്മദ് റിയാസ് ഇപ്പോൾ ചാനലുകളിൽ പ്രത്യക്ഷപ്പെടാത്തത്? ആളെ കൂട്ടി ചാനലുകളിൽ ഒന്ന് പ്രത്യക്ഷപ്പെടാത്തത് എന്താ? അല്ല ശ്രീ ശശികുമാർ, ഒരു കാര്യം ചെയ്യാം. ഇപ്പോൾ കേന്ദ്രമന്ത്രിമാരൊക്കെ കൂടി ഇരുന്ന് PWD റോഡുകളുടെ കുഴി എണ്ണട്ടെ, സംസ്ഥാനത്തെ മന്ത്രിമാരെല്ലാവരും കൂടി ദേശീയപാതയിലെ കുഴിയും എണ്ണട്ടെ, എന്നിട്ട് ഇക്കാര്യത്തിൽ ഏറെക്കുറെ ഒരു തീരുമാനം ഉണ്ടാകട്ടെ, മനുഷ്യർ അതുവരെ മരിക്കട്ടെ എന്നാണോ പറയാൻ കഴിയുക? ദേശീയപാതയിലെ കുഴികൾ അടയ്ക്കാനുള്ള എല്ലാ ഉത്തരവാദിത്തങ്ങളും സെൻട്രൽ ഗവൺമെന്റ് എടുത്തിട്ടുണ്ട്. അതിനുവേണ്ട ഫണ്ട് നൽകാമെന്ന് എല്ലാ ഉത്തരവാദിത്തങ്ങളും എടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ ഈ കുഴികളൊക്കെ എന്താണാവോ? ഓരോ ദിവസവും രാത്രി ജനങ്ങളിൽ നിന്ന് കുഴിക്കുന്നതാണോ? അത് മാത്രമല്ല, ദേശീയപാത അതോറിറ്റി നിർമ്മിക്കുന്ന റോഡുകൾ പരിപൂർണമായി എക്കാലവും ദേശീയപാത അതോറിറ്റിയുടെ കൈകളിലല്ല. അല്ല, ഇപ്പോഴാണോ ഈ പറയുന്ന അങ്കമാലിയിലെ ഈ റോഡ് ദേശീയപാത അതോറിറ്റിയുടെ അധികാര പരിധിയിൽ വരുന്നത് തന്നെയാണോ? ദേശീയപാത അതോറിറ്റിയുടെ കൈകളിൽ വരുന്ന പദ്ധതികൾ നിർവഹിക്കപ്പെട്ട റോഡുകൾ ആ ദേശീയപാത അതോറിറ്റിയുടെ കൈകളിൽ തന്നെയാണ്. അതിന്റെ ഉത്തരവാദിത്വം ദേശീയപാത അതോറിറ്റിക്കാണ്. അവരത് കൃത്യമായി ചെയ്യുന്നുണ്ടോ എന്ന് പരിശോധിക്കാനുള്ള സ്റ്റേറ്റ്. അല്ല, അങ്ങ് നേരത്തെ പറഞ്ഞല്ലോ എല്ലാ ഉത്തരവാദിത്വവും ഏറ്റെടുത്ത് കൃത്യമായി ചെയ്യുന്നുണ്ടെന്ന്. അപ്പോൾ ഈ കുഴികൾ എവിടെ നിന്നുണ്ടാകുന്നു?
അത് ഈ ഉത്തരവാദിത്തത്തിന് പുറത്ത് സൃഷ്ടിക്കപ്പെടുന്നതാണോ? ഉണ്ടാകുന്ന കുഴികൾ അടയ്ക്കാൻ സ്റ്റേറ്റ് ഗവൺമെന്റ് ദേശീയപാത അതോറിറ്റി എന്ന് പറഞ്ഞാൽ മുഴുവൻ ഫണ്ടും ദേശീയപാത അതോറിറ്റി കേന്ദ്ര ഗവൺമെന്റ് അല്ലല്ലോ വഹിക്കുന്നത്. അതിൽ 25% ഫണ്ട് മുതൽ മുടക്കുന്ന സംസ്ഥാന ഗവൺമെന്റുകളല്ലേ? അപ്പൊ സംസ്ഥാന ഗവൺമെന്റുകൾക്ക് ആ കാര്യത്തിൽ ഉത്തരവാദിത്തമില്ല. അതോ ദേശീയപാത അതോറിറ്റി നിർമ്മിക്കുന്ന റോഡുകളെല്ലാം ഞങ്ങളുടെ ഉത്തരവാദിത്തത്തിൽ പെടുന്നതല്ല, അത് ദേശീയപാത അതോറിറ്റി അല്ലെ സെൻട്രൽ ഗവൺമെന്റ് ആണ് പരിരക്ഷിക്കേണ്ടത് എന്ന് പറഞ്ഞ് മാറി നിൽക്കുകയാണ് ഒരു സ്റ്റേറ്റ് ഗവൺമെന്റ് ഉത്തരവാദിത്തം. അല്ല, 25% ഫണ്ട് എന്ന് പറയുന്ന റോഡ് നിർമ്മാണവുമായി ബന്ധപ്പെട്ടതല്ലേ? അല്ല എന്നങ്ങ് പറയുമോ? ഭൂമി ഏറ്റെടുക്കലും റോഡ് നിർമ്മാണവും ഒക്കെയായി ബന്ധപ്പെട്ടതല്ലേ? അതിന്റെ പരിപാലനത്തിൽ 25% അധികാര വീതം വെപ്പുണ്ടോ? അങ്ങ് എന്താണ് പറഞ്ഞു വെക്കുന്നത്? പരിപാലനത്തിന്റെ ഉത്തരവാദിത്വം സംസ്ഥാന ഗവൺമെന്റുകൾക്കല്ലേ? അത് പരിശോധിക്കണം യഥാസമയത്ത് ദേശീയപാത. ശരി, ശ്രീ വി കെ സനോജ്, ദേശീയപാതയിലെ കുഴികളടക്കം നികത്തുന്നതും അതിന്റെ പരിപാലനവും സംസ്ഥാന സർക്കാരിനും PWDക്കുമാണോ? ശുദ്ധ അസംബന്ധമാണ് ഈ BJPയുടെ പ്രതിനിധിയുടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹം പറയാണ് സംസ്ഥാന മന്ത്രിയുടെ സ്റ്റാഫിൻ്റെ എണ്ണത്തെക്കുറിച്ചൊക്കെ പറയുന്നത്. ഇത് ദേശീയപാത അതോറിറ്റിയുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരെയും അതുമായി ബന്ധപ്പെട്ട സ്റ്റാഫിനെയൊക്കെ നിങ്ങൾ പിരിച്ചുവിട്, എന്നിട്ട് പൂർണ്ണമായിട്ടും സംസ്ഥാനത്ത് ഏൽപ്പിക്കുക. അങ്ങനെയാണെങ്കിൽ പിന്നെ ആ കാര്യങ്ങൾ അങ്ങനെ കുറ്റപ്പെടുത്താൻ വേണ്ടി കഴിയും. ഇത് പൂർണ്ണമായിട്ടും ദേശീയപാത അതോറിറ്റിയുടെ എഞ്ചിനീയർമാരാണ്, അതുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരാണ്, അവരല്ലേ ഈ കാര്യങ്ങളൊക്കെ നോക്കുന്നത്. അപ്പോൾ അതും ഈ രണ്ട് കാര്യം എങ്ങനെയാണ് പൊരുത്തപ്പെട്ടു പോവുക? അപ്പോൾ ഇപ്പോൾ പറയുന്നു സംസ്ഥാന ഗവൺമെൻറ് ഈ കാര്യത്തൊന്നും ചെയ്യുന്നില്ല എന്നാണ്. സംസ്ഥാന ഗവൺമെൻറ് ദേശീയപാത അതോറിറ്റിയുടെ ഉദ്യോഗസ്ഥന്മാരുമായി നിരവധി ചർച്ചകൾ നടത്തിയിട്ടുണ്ട്. നിരവധി തവണ മന്ത്രി തന്നെ നേരിട്ട് യോഗം വിളിക്കുകയും ഇടപെടൽ തുടർച്ചയായി നടത്തുകയും ചെയ്തിട്ടുണ്ട്. അതിൻ്റെ എല്ലാം ഭാഗമായിട്ട് ഒരുപാട് മുന്നേറ്റം ആ കാര്യത്തിനകത്ത് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇവിടെ സംസ്ഥാനത്തിൻ്റെ പാതയിലാണ് ഇങ്ങനെ എന്തെങ്കിലും ഒരു പ്രശ്നമെങ്കിൽ സംസ്ഥാന ഗവൺമെൻറ് നടപടിയെടുക്കാൻ വേണ്ടി കഴിയും. ഇപ്പോൾ നേരത്തെ തൃപ്പൂണിത്തറയിൽ ഒരു സംഭവം ഉണ്ടായി. ആ തൃപ്പൂണിത്തറ സംഭവം ഉണ്ടായപ്പോൾ ഉടൻ തന്നെ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ആക്ട് പ്രകാരം നടപടിയെടുത്തല്ലോ. കളക്ടർക്ക് പൊതുമരാമത്ത് സെക്രട്ടറി അതുമായി ബന്ധപ്പെട്ട തുടർ ഇടപെടൽ നടത്തണമെന്ന് ആവശ്യപ്പെട്ട് കളക്ടറുമായി ബന്ധപ്പെട്ടല്ലോ. അങ്ങനെ അദ്ദേഹത്തിന് പേരിൽ ഉദ്യോഗസ്ഥന്മാരുടെ പേരിൽ കേസെടുത്തു. ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനെയുള്ള ഉദ്യോഗസ്ഥന്മാരുടെ പേരിൽ കേസെടുക്കാൻ ദേശീയപാത അതോറിറ്റിക്ക് കേന്ദ്ര ഗവൺമെൻറ് കഴിയാത്തത് എന്നാണ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. കേന്ദ്ര ഗവൺമെൻറ് ചെയ്യുന്നില്ല. ഇപ്പോൾ റോഡിൽ ബോർഡ് വെക്കുന്നതിനെ കുറിച്ചൊക്കെ വളരെ പരിഹസിച്ചുകൊണ്ട് പറയുകയാണ്. യഥാർത്ഥത്തിൽ DLP വിവരങ്ങൾ ഉൾക്കൊള്ളുന്ന ബോർഡ് വെക്കുന്നതല്ലേ നല്ലത്? കാരണം ജനങ്ങൾക്കറിയാലോ, ഇത് ജനങ്ങളുടെ ഗവൺമെൻറ് അല്ലേ. ഇപ്പം ജനങ്ങൾ അറിയട്ടെ ആരാണ് ഈ ദേശീയപാതയുടെ പ്രവൃത്തി നടത്തിയത്, ഇതിൻ്റെ കോൺട്രാക്ടർ ആരാണ്, എത്ര വർഷമാണ്. ജനങ്ങൾ മാത്രമല്ല മാധ്യമങ്ങൾക്കും അറിയാലോ എത്ര വർഷമാണ് ഇതിൻ്റെ കാലാവധി, ആരാണ് ഇതിനെ യഥാവിധത്തിൽ അറ്റകുറ്റപ്പണി നടത്താതിരിക്കുന്നത്. ഇപ്പം ജനങ്ങൾക്ക് നേരിട്ട് വിളിക്കാൻ വേണ്ടി കഴിയും, ജനങ്ങൾക്ക് ഉദ്യോഗസ്ഥരെ ബന്ധപ്പെടാൻ വേണ്ടി കഴിയും, ജനങ്ങൾക്ക് നേരിട്ട് മന്ത്രിയെ വിളിക്കാൻ വേണ്ടി കഴിയും. ഞാൻ അതിലേക്ക് വരാം. ശ്രീ വി കെ സനോജ്, നമ്മുടെ മുഖ്യമന്ത്രി പറഞ്ഞത്, നമ്മുടെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി പറഞ്ഞത്, നമ്മുടെ ദേശീയപാത വികസനത്തിന് രാജ്യത്തെങ്ങും കേട്ടുകേൾവി ഇല്ലാത്തതുപോലെ അധിക ഭൂമി വില ചൂണ്ടിക്കാണിച്ച് ഏതാണ്ട് 25% പണം നമ്മൾ അങ്ങോട്ട് കൊടുത്ത് ആണ് ഈ ദേശീയപാത വികസനം സാധ്യമാക്കിയതെന്നാണ്. നമ്മളോട് ശ്രീ NK ശശികുമാർ പറയുകയാണ് 25% ഫണ്ട് കേരളമല്ലേ വഹിച്ചത്, അപ്പോൾ കേരളത്തിന് ഉത്തരവാദിത്തം അതിലില്ലേ എന്ന്. അല്ല, അത് ഞാൻ പറയാം. അദ്ദേഹം പറഞ്ഞ ശുദ്ധ അസംബന്ധമാണ്. നേരത്തെ തന്നെ മന്ത്രി ഇവിടെ സൂചിപ്പിക്കേണ്ടായി. ഇപ്പോൾ റെയിൽവേ ട്രാക്കിൽ, കേരളത്തിൽ കൂടി കടന്നു പോകുന്ന റെയിൽവേ ട്രാക്കിൽ ഒരു സംഭവം ഉണ്ടായിക്കഴിഞ്ഞാൽ, ഒരു പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ അവിടെ ഉടൻ തന്നെ സംസ്ഥാന ഗവൺമെൻറ് ഇടപെടാൻ വേണ്ടി കഴിയുമോ? ഇതൊക്കെ ആരോടാണ് ഈ പറയുന്നത്? സംസ്ഥാന ഗവൺമെൻറ് എന്തിനാണ് ദേശീയപാതയുമായി ബന്ധപ്പെട്ട പണം ചെലവഴിച്ചത്? അത് കൃത്യമായി ഭൂമി ഏറ്റെടുത്ത് കൊടുക്കാനാണ്. അതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ വളരെ മാതൃകാപരമായി സംസ്ഥാന ഗവൺമെൻറ് കൊണ്ടുപോയി എന്ന് പറഞ്ഞത് കേന്ദ്ര ഉപരിതല ഗതാഗത മന്ത്രി നിതിൻ ഗഡ്കരി തന്നെയാണ്. വളരെ കൃത്യമായി. ഇനി നിതിൻ ഗഡ്കരി പറഞ്ഞിട്ടില്ലെങ്കിലും കേരളത്തിലെ ജനങ്ങൾക്കറിയാം എങ്ങനെയാണ്, എന്തൊക്കെ തടസ്സങ്ങൾ ഈ BJPയുടെ പ്രതിനിധി ഇവിടെ ഉണ്ടല്ലോ, ഇപ്പോൾ റിജിൽ മാക്കുറ്റി ഇവിടെ ഉണ്ടല്ലോ, കോൺഗ്രസും BJPയും ജമാഅത്തെ ഇസ്ലാമിയും എല്ലാവരും കൂടി ചേർന്ന് ഇവർ നടത്തിയിട്ടുള്ള സമരങ്ങൾ നമുക്ക് ഓർമ്മയുണ്ടല്ലോ. ഇപ്പോൾ ദേശീയപാത വികസനം തടസ്സപ്പെടുത്താൻ വേണ്ടി ഭൂമി വിട്ടുകൊടുക്കരുത് എന്ന് പറഞ്ഞിട്ട് മുദ്രാവാക്യം വിളിച്ച് സമരം നടത്തിയ ആളുകൾ അവിടെ ഇരിക്കുന്നത്. അപ്പോൾ അങ്ങനെയെല്ലാമുള്ള പ്രശ്നങ്ങളെ തരണം ചെയ്തുകൊണ്ട് കേരളത്തിലെ ജനങ്ങളുടെ ഗതാഗത പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടി ഗവൺമെൻറ് നടത്തിയ ആത്മാർത്ഥമായ ഇടപെടൽ, അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ഈ 2025 ആകുമ്പോഴേക്കും ദേശീയപാത പൂർത്തിയാവുമെന്ന് അഭിമാനത്തോടുകൂടി പ്രഖ്യാപിക്കാൻ വേണ്ടി കഴിഞ്ഞത്. അത് വളരെ ആത്മവിശ്വാസത്തോടു കൂടിയാണ് രാവിലെ നമ്മുടെ മന്ത്രി പറഞ്ഞിട്ടുള്ളത്. ആ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ അതിനിടയിൽ ഉണ്ടാവുന്ന ഇത്തരം സംഭവങ്ങളെ സർക്കാരിനെതിരായിട്ട് എങ്ങനെ തിരിച്ചുവിടാം എന്ന ആലോചനയാണ് ഈ കാര്യങ്ങളിവിടെ നിർവഹിക്കുന്നത്. ഇവിടെയുള്ള മന്ത്രിയുടെ സ്റ്റാഫിൻ്റെ എണ്ണത്തെക്കുറിച്ചൊക്കെ അല്ലേ പറയുന്നത്? യഥാർത്ഥത്തിൽ കേന്ദ്ര മന്ത്രിയുടെ അല്ലെങ്കിൽ കേന്ദ്ര സംവിധാനത്തിൻ്റെ കീഴിലാണ് ദേശീയപാതയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുള്ളത് എന്ന് ആർക്കാണ് അറിയാത്തത്? ഇവിടെ ഇപ്പോൾ കേരളത്തിൻ്റെ PWD നേരിട്ട് നോക്കുന്ന റോഡിൻ്റെ കിലോമീറ്റർ എത്ര? 29,522 കിലോമീറ്റർ മാത്രമാണ്.
ഏതാണ്ട് 3 ലക്ഷം കിലോമീറ്ററിൽ നിന്ന് 29,522 കിലോമീറ്റർ റോഡിൻ്റെ കാര്യം മാത്രമാണ് PWD നോക്കേണ്ടത്. ആ റോഡിനകത്ത് തന്നെ എല്ലാ വർഷവും പരിഹരിച്ചൊന്നും സർക്കാർ അവകാശപ്പെടുന്നില്ല. പക്ഷേ ആ റോഡിനകത്തുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സംസ്ഥാന ഗവൺമെൻറ് എടുത്ത മുൻകൈയെ ആർക്കെങ്കിലും തള്ളിക്കളയാൻ വേണ്ടി കഴിയോ? സംസ്ഥാന ഗവൺമെൻറ് എന്തൊക്കെ മുൻകൈ എടുത്തു? റണ്ണിങ് കോൺട്രാക്ട് നേരത്തെ ഒന്ന് പറഞ്ഞോട്ടെ, അല്ല നേരത്തെ റിജിൽ മാക്കുറ്റി പറഞ്ഞല്ലോ സംസ്ഥാന ഗവൺമെൻറ് എന്ത് മുൻകൈ എടുത്തു എന്ന്. റണ്ണിങ് കോൺട്രാക്ട് നടപ്പാക്കി. അതിൻ്റെ ഭാഗമായിട്ട് 136-ൽ 135 ഓൺഗോയിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനകത്ത് പ്രശ്നങ്ങൾ പരിഹരിച്ചു. നേരത്തെ ഒരു കുഴിയുണ്ടെങ്കിൽ അത് ടെൻഡർ ചെയ്യണം. അതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഒരുപാട് നൂലാമാലകളായിരുന്നു. ആ നൂലാമാലകൾ മുഴുവൻ ഒഴിവാക്കിയിട്ട് ഗവൺമെൻറ് നടത്തിയിട്ടുള്ള ഫലപ്രദമായ ഇടപെടലേത്. ഇപ്പോൾ ഈ മൺസൂൺ കാലവർഷം ഇതുമായി ബന്ധപ്പെട്ട് വളരെ കൃത്യമായി പദ്ധതികൾ ആവിഷ്കരിച്ചു. മഴക്കെടുതിയുടെ ദേശീയപാത മുഴുവൻ പൊളിഞ്ഞു കിടക്കുകയല്ല, ദേശീയപാത മുഴുവൻ നന്നായും കിടക്കുകയില്ല. സമാനമാണ് ഇവിടെ PWDയുടെ പാതയും. അത് മുഴുവൻ കുളമായി കിടക്കുകയല്ല, മുഴുവൻ നന്നായി കിടക്കുകയല്ല. എവിടെയെങ്കിലും ഒക്കെയുള്ള പ്രശ്നങ്ങളിലാണ് ഓരോ മനുഷ്യർ ഇങ്ങനെ രക്തസാക്ഷികളാകുന്നത്. നമുക്ക് ഒരു ഉറപ്പും പറയാൻ കഴിയില്ല. നമുക്ക് ഈ PWD പാതകളിൽ ഇനി അപകടമുണ്ടാകില്ലെന്നോ ആരും അതിനിരയാകില്ല എന്നൊന്നും നമുക്ക് ഒരു ഘട്ടത്തിലും ഉറപ്പ് പറയാൻ കഴിയില്ല. ഇപ്പോൾ കുറച്ചു മുമ്പാണ് തൃശ്ശൂരിലൊരു അപകടമുണ്ടായത്. അന്നിപ്പോൾ ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആക്ട് പ്രകാരം നടപടിയെടുത്തു എന്ന് പറയുന്നതുകൊണ്ട് അതിലൊരു പരിഹാരം ഉണ്ടാകുന്നില്ല. കൂടുതൽ ഈ പരിപാലനത്തിൽ ആളുകൾ ശ്രദ്ധിക്കും എന്നതിനപ്പുറത്ത് നമുക്ക് എന്തുകൊണ്ട് ഇതുണ്ടാകാൻ പാടില്ല എന്ന നിലപാട് നിസ്സാരമായ കാര്യമല്ല. ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആക്ട് പ്രകാരം സംസ്ഥാന ഗവൺമെന്റ് നടപടിയെടുക്കുന്നു എന്നത് ചെറിയ കാര്യമല്ല. അതായത് കോൺട്രാക്ടർമാർക്ക് തോന്നിയതുപോലെ കാര്യങ്ങൾ കൊണ്ടുപോകാൻ വേണ്ടി കഴിയില്ല. കോൺട്രാക്ടർമാരെ നിലക്ക് നിർത്താൻ ആവശ്യമായ ധൈര്യപൂർവ്വമുള്ള നിലപാട് ഗവൺമെന്റ് സ്വീകരിച്ചു. അതിനെ അഭിനന്ദിക്കുന്നതിന് പകരം അത് ഒരു നിസ്സാരമായ സംഭവമാക്കി കാണിക്കുകയല്ല വേണ്ടത്. വലിയ കാര്യം തന്നെയാണ്. പക്ഷെ അതുകൊണ്ട് ഇനി ഇരകൾ ഉണ്ടാകില്ല. അല്ല, അങ്ങനെ നമുക്ക് ഒരു കാര്യത്തിലും പ്രവചിക്കാൻ വേണ്ടി കഴിയില്ല. റോഡാണ്, നമുക്ക് എന്തും സംഭവിക്കാം. പക്ഷെ അങ്ങനെയുള്ള പ്രവചനത്തിലേക്ക് നമ്മൾ പോയത് കൊണ്ട് കാര്യമില്ല. പ്രായോഗികമായി ഇവിടെ ചെയ്യാൻ വേണ്ടി കഴിയുന്ന കാര്യങ്ങൾ അതിൻ്റെ പരമാവധി സംസ്ഥാന ഗവൺമെൻറ് ചെയ്യുന്നു. പൂർണ്ണതയിലെത്തിയെന്ന് അവകാശപ്പെടുന്നില്ല. അതിനകത്ത് വീഴ്ചകൾ ഉണ്ടാവാം. സ്വാഭാവികമായിട്ടും ജനങ്ങൾക്ക് ആ വീഴ്ചകൾ കണ്ടെത്തി മന്ത്രിയെ തന്നെ നേരിട്ട് വിളിക്കാൻ ആവശ്യമായ സൗകര്യം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ആധുനിക ശാസ്ത്ര സാങ്കേതിക വിദ്യ ഉപയോഗപ്പെടുത്തിയിട്ട് ആപ്പ് തയ്യാറാക്കിയിട്ടുണ്ട്. അതിനകത്ത് പരാതി കൊടുക്കാം. അതിനകത്തേക്ക് കൊടുത്ത എത്ര പരാതികൾ പരിഹരിച്ചു, എത്ര വിഷയങ്ങൾക്കകത്ത് മന്ത്രി നേരിട്ട് ഇടപെട്ടു, അത് വളരെ ഫലപ്രദമായി ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ശ്രീ ഡിജോ കാപ്പൻ ഇത് ആദ്യമായല്ല നമ്മൾ പോലും ഇത്തരം ഒരു വിഷയത്തിൽ ചർച്ചയ്ക്കിരിക്കുന്നത്. പക്ഷേ ഇത് ഏതാണ്ട് നമുക്ക് മതിയായ അവസ്ഥയാണ്. കാരണം ഓരോ മനുഷ്യർ കഴിഞ്ഞ ദിവസം 10-30 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരനാണ് വീട്ടിലേക്കുള്ള യാത്രക്കിടയിൽ അപകടത്തിൽപ്പെട്ട് മരിക്കുന്നത്. ഇന്നിപ്പോൾ ഒരു കുടുംബത്തിന് മുഴുവൻ അത്താണിയായ ഒരു 10-60 വയസ്സുള്ള ഒരു മനുഷ്യനാണ്. ഇങ്ങനെ ഓരോരുത്തർക്കും ഓരോ കഥയാണ്, ഓരോ സാഹചര്യമാണ്. നമ്മുടെ വീട്ടിൽ നിന്ന് നമ്മുടെ വീടിന് വേണ്ടി അധ്വാനിക്കുന്ന മനുഷ്യർ രാവിലെ ഇറങ്ങി പോകുമ്പോൾ തിരിച്ചു വരുമെന്ന പ്രതീക്ഷ നമുക്കുണ്ട്. അതില്ലാതാക്കുന്നത് ഒരു സിസ്റ്റം ആണെങ്കിൽ അത് അന്യായമായ മരണമാണ്. അതിന് പരിഹാരമില്ലേ? അല്ല, ഞാൻ അതിനു മുമ്പേ ഇവിടെ ആദ്യമേ ചർച്ച നിങ്ങൾ തുടങ്ങി വെച്ചപ്പോൾ ഒരു തർക്കം ഉണ്ടായിരുന്നല്ലോ. നാഷണൽ ഹൈവേ അതോറിറ്റിയിലെ റോഡിൽ എങ്ങനെയാണ് കേരള PWD ഉദ്യോഗസ്ഥന്മാർ ജോലി ചെയ്യുന്നില്ലയോ എന്നുള്ളതായിരുന്നല്ലോ തർക്കം. ഞാൻ അതേക്കുറിച്ച് ഞാൻ പഠിച്ചിരിക്കുന്ന ഒരു കാര്യം കൂടി പ്രേക്ഷകരെന്ന് മനസ്സിലാക്കാൻ ഞാൻ പറയുകയാണ്. അതായത് കാസർഗോഡ്, തിരുവനന്തപുരം, വാളയാർ, എറണാകുളം, കന്യാകുമാരി ഹൈവേയും നാഷണൽ ഹൈവേ അതോറിറ്റിയാണ് അത് പണിയുകയും അതിൻ്റെ മെയിൻ്റനൻസ് നടത്തുന്നത്. എന്നാൽ കൊച്ചി മധുര നാഷണൽ ഹൈവേ അതോറിറ്റി പണിതിട്ട് ഇപ്പോൾ അതിൻ്റെ ജോലി ചെയ്യുന്നത് കേരള PWD NH വിഭാഗമാണ്. അപ്പോൾ അതുകൊണ്ടായിരിക്കാം സ്വാഭാവികമായിട്ടും ഈ തർക്കം ഉണ്ടായത്. അവിടെ ഇപ്പോൾ അതിൻ്റെ മെയിൻ്റനൻസ് നടത്തുന്നത് കേരള PWDയിലെ എഞ്ചിനീയർമാരാണ്. ഇപ്പം വിഷയം അതല്ല. ഇവിടെ നമ്മളെ എന്ത് കാര്യം വന്നാലും ഇതുപോലത്തെ ഒരു കോൺട്രവേഴ്സി വന്ന് ഈ പ്രധാന കാര്യത്തിൽ നിന്ന് ചർച്ച മാറിപ്പോകും. നമ്മുടെ ഇവിടെ ഓരോ 5 കൊല്ലം കൂടുമ്പോഴും ഏതാണ്ട് 20,000 പേരെയാണ് നമ്മൾ കാലപുരിക്ക് അയക്കുന്നത്. 2.5 ലക്ഷം ആളുകൾ പരിക്ക് പറ്റി. അതിൽ ചില ആളുകളൊക്കെ പരിക്ക് പറ്റി കിടക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുടുംബത്തിന് തന്നെ ബാധ്യതയാകുകയാണ്. അവരെ പരിപാലിക്കാൻ വേണ്ടിയിട്ട് വീട്ടിൽ നിന്ന് ആളുകൾക്ക് ജോലിക്ക് പോകേണ്ട ആളുകൾക്ക് പോലും പോകാൻ പറ്റാതെ അങ്ങനെ നിൽക്കുന്നു. അങ്ങനെ ഒക്കെ ഉള്ള കേരളത്തിൽ എന്തുകൊണ്ടാണ് ഈ റോഡുകൾ ഇതുപോലെ നന്നാകാത്തതെന്നുള്ളതിനെ കുറിച്ച് പല പഠനങ്ങളും നടന്നിട്ടുണ്ടായിരുന്നു. ആ പഠനങ്ങൾ ഇപ്പം ബഹുമാനപ്പെട്ട നയനാർ മുഖ്യമന്ത്രി ആയിരുന്നപ്പം 11 IAS IPS സമിതിയുടെ ഒരു റിപ്പോർട്ടുണ്ടായിരുന്നു. പക്ഷെ ഇതൊന്നും ഇവിടെ ഇംപ്ലിമെന്റ് ചെയ്യപ്പെടുന്നില്ല. ഏറ്റവും പ്രധാനപ്പെട്ടത് തന്നെ നമ്മുടെ റോഡ് പണിയുന്നതോടൊപ്പം തന്നെ ഓടകൾക്ക് പ്രാധാന്യം കൊടുക്കണം. നമ്മുടെ ഈ മഴക്കാലത്തും പ്രധാനമായിട്ട് ഈ റോഡിലെ ഓടയിലെ വെള്ളം റോഡിലേക്ക് കയറി ഒഴുകുകയാണ്. ഇന്നിപ്പം മാതൃഭൂമിയുടെയൊക്കെ വിഷ്വൽസിൽ കണ്ടിരുന്നു. അതായത് ഇന്നലെ ഈ അപകടമുണ്ടായി ആൾ മരിച്ച ആ റോഡ്
ഒരാഴ്ച മുമ്പ് അവിടെ മെയിൻ്റെനൻസ് നടത്തിയതാന്ന് പറഞ്ഞു. രണ്ടാഴ്ചക്കിടെ രണ്ട് തവണ അവിടെയാണ് കോടതി ചോദിക്കുന്ന വാക്കുകൾക്ക് പ്രസക്തി. ഇത് പശ വെച്ചൊട്ടിച്ചു പോവുകയാണോ എന്ന്? അല്ല, അപ്പൊ ഇത് കർമ്മം കഴിക്കുക എന്നൊക്കെ നമ്മൾ പറയുമല്ലോ. കർമ്മം കഴിക്കുക എന്നൊക്കെ പറയുന്നത് പോലെയുള്ള ഈ പ്രവൃത്തി എടുക്കുന്ന ആളുകളുടെ പേരിൽ നടപടിയെടുക്കണം സത്യത്തിൽ. മാത്രമല്ല, കുഴി ഇന്നലെ രാത്രി തന്നെ അടച്ചു എങ്കിൽ അത് മഹസർ എഴുതേണ്ടതാണ്. അവിടുത്തെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരെ പ്രതിയാക്കിക്കൊണ്ട് മഹസർ എഴുതി ആ കുഴി മൂടുന്നതിന് മുമ്പ് തന്നെ അത് ചെയ്യേണ്ടതാണ്. ഒരു പക്ഷേ അതായിരിക്കും അതിന്റെ ഒരു ദുരൂഹത എന്ന് എനിക്ക് തോന്നുന്നത്. ഈ രാത്രി തന്നെ ആ കുഴി നേരത്തെ അത് പ്രധാനമാണ്. ശ്രീ ഡിജോ കാപ്പൻ, ഞാൻ അങ്ങേക്ക് തിരികെ വരാം. ഞാൻ ശ്രീ NK ശശികുമാറിനോട് ഇടപെട്ടൊന്ന് ചോദിച്ചോട്ടെ. ശ്രീ ശശികുമാർ, അങ്ങേക്ക് കേൾക്കാമോ? സർ, അതായത് ഇങ്ങനെ സംസ്ഥാനത്തിനാണ് ആ ഉത്തരവാദിത്തമെങ്കിൽ ഇന്നലെ രാത്രി എന്തിനാണ് സാർ ഈ നാഷണൽ ഹൈവേ ഉദ്യോഗസ്ഥർ വന്നിട്ട് അവിടെ കുഴിയടയ്ക്കാൻ നിന്നത്? രാവിലെ PWD കാർ വരുമെന്ന് കരുതി കാത്തിരുന്നാൽ പോരായിരുന്നോ? അല്ല, അങ്ങനെ നമ്മൾ നിരുത്തരവാദപരമായ ഒരു മറുപടി അല്ലെങ്കിൽ ഒരു ചോദ്യമല്ലല്ലോ ചോദിക്കേണ്ടത്. ഒരു മൺസൂൺ കാലഘട്ടത്തിൽ നമ്മുടെ PWD റോഡുകളായാലും നമ്മുടെ ദേശീയപാതയാണെങ്കിലും അവിടെയെല്ലാം കുഴികൾ ഉണ്ടാകുന്നത് കാലാവസ്ഥയുടെ വ്യതിയാനമാണ്. അതോടൊപ്പം ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ഞാൻ മുമ്പ് ഉന്നയിച്ചപ്പോൾ ഡിജോ കാപ്പനും പറഞ്ഞു, ഡ്രെയിനേജുകളുടെ സംവിധാനം. അത് കേരളത്തിലെ നമ്മുടെ റോഡിൽ കുഴികൾ ഉണ്ടാക്കുന്ന പ്രതിഭാസങ്ങൾ എന്തൊക്കെയാണെന്നല്ല ഞാൻ അങ്ങയോട് ചോദിച്ചത്. അങ്ങയോട് ക്ഷമിക്കണം. ഞാൻ ചോദിച്ചത് ഇതിന്റെ പരിപാലന ഉത്തരവാദിത്തം നാഷണൽ ഹൈവേ അതോറിറ്റിക്ക് അല്ലെങ്കിൽ ഇന്നലെ നാഷണൽ ഹൈവേ അതോറിറ്റിയുടെ ഉദ്യോഗസ്ഥർ വന്ന് ഈ അപകടം നടന്ന് മണിക്കൂറുകൾക്കകം ആ പ്രവൃത്തി അവിടെ പൂർത്തീകരിച്ചു പോയല്ലോ, ആ കാര്യക്ഷമത, ഈ പാതിരാത്രിക്കുമുള്ള കർമ്മ ത്വര അത് നേരത്തെ ഉണ്ടായിരുന്നെങ്കിൽ ഒരു ജീവൻ നഷ്ടപ്പെടാതെ പോകുമായിരുന്നു. അല്ല, ഇത് ചൂണ്ടിക്കാണിക്കേണ്ട ഉത്തരവാദിത്തം കേരളത്തിലെ ഗവൺമെന്റിനാണ്. നിങ്ങൾ ഇന്നലെ രാത്രി PWD മിനിസ്റ്റർ വിളിച്ചു പറഞ്ഞോ അവിടെ അപകടമുണ്ടായി പെട്ടെന്ന് പോയി കുഴിയടക്കണമെന്ന്? ഇല്ലല്ലോ. അവിടെ അപകടമുണ്ടായപ്പോൾ നാഷണൽ ഹൈവേ അതോറിറ്റിയുടെ ഉദ്യോഗസ്ഥർക്ക് വരാൻ കഴിഞ്ഞല്ലോ, ആരും ചൂണ്ടിക്കാണിക്കാതെ. അല്ലല്ല, കേരളത്തിലെ മറ്റു കാര്യങ്ങൾ വരുമ്പോൾ മുഴുവൻ അത് കേരള ഗവൺമെന്റിന്റെ മാത്രം സ്വന്തമാണെന്നും ഇവിടെ യാതൊരു മുതൽ മുടക്കും സെൻട്രൽ ഗവൺമെന്റിനില്ലെന്നും സെൻട്രൽ ഗവൺമെന്റ് കേരളത്തെ അവഗണിക്കുകയാണെന്നും നിരന്തരം പ്രചരണം നടത്തുന്ന ഒരു ഗവൺമെന്റാണ് കേരളത്തിലിരിക്കുന്നത്. 25% കേരളം കൊടുത്തുവെന്ന് ആവർത്തിച്ചു പറഞ്ഞത് മുഖ്യമന്ത്രിയും PWD മിനിസ്റ്ററുമാണ്. എല്ലാ ചർച്ചകളിലും എന്തിന് കേരളയിലടക്കം ദേശീയപാത വികസനമടക്കം എല്ലാ ചർച്ചകളിലും ഇത് ആവർത്തിച്ച് വരുന്നതാണ്. കേന്ദ്രം മാത്രം മുടക്കിയെന്നൊന്നും ആരും പറഞ്ഞിട്ടില്ല. അല്ല, അങ്ങനെയല്ലല്ലോ കേരളത്തിലെ ഗവൺമെന്റ് പറയാറ്. കേരളത്തിലെ ഗവൺമെന്റ് പറയുന്നത് നിരന്തരമായ പ്രസ്താവനകളും പ്രഖ്യാപനങ്ങളും നടത്തിക്കൊണ്ടിരിക്കുന്നു കേരളത്തിലെ ഗവൺമെന്റ്. എപ്പോൾ അവസരം കിട്ടിയാലും കേരളത്തിന്റെ മുഖ്യമന്ത്രി കേന്ദ്ര സർക്കാരിനെതിരെ, പ്രധാനമന്ത്രിക്കെതിരെ, രാജ്യത്തെ മറ്റ് മന്ത്രിമാർക്കെതിരെ നിരന്തരമായ പ്രസ്താവനകൾ. അല്ല, അതിലൊന്നും BJP പിന്നോട്ടല്ലോ. നമ്മുടെ കേന്ദ്രമന്ത്രിമാരടക്കം എന്തിന് UP മുഖ്യമന്ത്രി വരെ കുറ്റം പറഞ്ഞില്ലേ നമ്മുടെ കേരളത്തെ? അതുകൊണ്ട് രാഷ്ട്രീയ ആരോപണങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാകും. അതവിടെ നിൽക്കട്ടെ. ഞാൻ അങ്ങയോട് ഇത് 3ാമത്തെ തവണയാണ് ആവർത്തിച്ച് ചോദിക്കുന്നത്. ദേശീയപാത അതോറിറ്റിക്കല്ല പരിപാലന ചുമതലയെങ്കിൽ ഇന്നലെ രാവെളുക്കും മുൻപ് എങ്ങനെയാണ് ഉദ്യോഗസ്ഥർ അവിടെ എത്തുകയും ആ കുഴികൾ അടച്ചു പോവുകയും ചെയ്തത്? സർ, ദേശീയപാത അതോറിറ്റിക്കല്ല ഉത്തരവാദിത്വം എന്ന് ഇവിടെ ആരും പറഞ്ഞിട്ടില്ല. ദേശീയപാത അതോറിറ്റിക്ക് ഉത്തരവാദിത്വമുള്ള റോഡുകളുണ്ട്, PWDക്ക് അധികാരമുള്ള റോഡുകളുണ്ട്. അതെല്ലാം ഓരോ കാലഘട്ടത്തിലും അതിനനുസരിച്ച് ഗവൺമെന്റുകൾക്ക് ഓരോ PWDക്ക് എഴുതി കൊടുക്കുന്ന റോഡുകളുണ്ട്. അത് ദേശീയപാത കേരള സർക്കാരിന്റെ PWDക്ക് എഴുതി കൊടുക്കുന്ന റോഡ്. ഇവിടെ ഈ റോഡിൽ ദേശീയപാത അതോറിറ്റിക്കാണല്ലോ അല്ലെ അതിന്റെ പരിപാലന ചുമതല? തീർച്ചയായും ദേശീയപാത അതോറിറ്റിക്കാണ്. എന്നിട്ട് എന്തുകൊണ്ടാണ് കുഴികൾ അടയ്ക്കാതെ അവിടെ കിടന്നത്? അല്ല, കുഴികൾ അടയ്ക്കാതെ കിടന്നത് എന്താണെന്ന് ചോദിക്കേണ്ടത് ആരോടാണ്? കേരളത്തിലെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയോടാണ് നിങ്ങൾ ചോദിക്കേണ്ടത്. അതല്ലാതെ കേരളത്തിലെ മറ്റ് ആളുകളോടല്ല ചോദിക്കേണ്ടത്. കേരളത്തിന്റെ പരിപാലനം നടത്താൻ ജനങ്ങൾ ഏൽപ്പിച്ചിരിക്കുന്ന കേരളത്തിലെ ഗവൺമെന്റിനെയാണ്. കേരളത്തിലെ റോഡുകളായാലും മനുഷ്യന്റെ ജീവനായാലും സ്വത്തിനും സംരക്ഷണം നൽകാൻ കേരളത്തിലെ ജനങ്ങൾ ഏൽപ്പിച്ചു കൊടുത്തിരിക്കുന്ന ഉത്തരവാദിത്തം കേരളം ഭരിക്കുന്ന ഗവൺമെന്റിനാണ്. അതല്ലാതെ മറ്റ് കേരളത്തിലൂടെ നടക്കുന്ന ആളുകൾക്കല്ല. ആ ഉത്തരവാദിത്വം നിറവേറ്റാൻ ഗവൺമെന്റിന് സാധിക്കാതെ വരുമ്പോൾ കൊഞ്ഞനം കുത്തിയിട്ട് കാര്യമില്ല. അങ്ങനെ കുറച്ചു മുൻപ് പറഞ്ഞത് ആ റോഡിൽ ദേശീയപാത അതോറിറ്റിക്കാണ് പരിപാലന ചുമതലയെന്ന് പറയുക, റോഡ് കോൺട്രാക്ടറുടെ പേരെഴുതി വെക്കുക, ഇതൊന്നും പറഞ്ഞ് മടിയിൽ കനമില്ല, ഇതൊന്നും പറഞ്ഞല്ല ജനങ്ങളെ പറ്റിക്കേണ്ടത്. ഉത്തരവാദിത്തം അങ്ങനെ കുറച്ചു മുൻപ് പറഞ്ഞത് അങ്ങല്ലേ? അങ്ങ് ഈ സംസാരിച്ചു തുടങ്ങുന്നതിനും തുടക്കത്തിൽ തന്നെ പറഞ്ഞത് ആ റോഡിൽ ഇതിന്റെ പരിപാലന ചുമതല ദേശീയപാത അതോറിറ്റിക്കാണെന്ന്. എന്നിട്ട് ആ സെന്റൻസിന് തുടർച്ചയായി അങ്ങ് പറയുന്നത് ഇവിടുത്തെ സർക്കാരിനാണ് അതിന്റെ ഉത്തരവാദിത്തമെന്ന്. ഇതിലേതാണ് വിശ്വസിക്കേണ്ടത്?
അല്ല, ദേശീയപാത അതോറിറ്റിയെ കൊണ്ട് ചെയ്യിപ്പിക്കേണ്ടത് ആരാണ്? ഇന്നലെ രാത്രി ആര് ചെയ്യിപ്പിച്ചിട്ടാണ് സാർ ആ കുഴി വന്ന് അടച്ചിട്ട് പോയത്? ഞാൻ ചോദിക്കട്ടെ, ഇപ്പം കേരളത്തില് ദേശീയപാത നിർമ്മിക്കണമെങ്കിൽ കേന്ദ്ര ഗവൺമെന്റിൽ അതിന് വേണ്ട അനുമതിക്ക് അപേക്ഷ കൊടുത്ത് അതിന്റെ സ്ഥലം അക്വയർ ചെയ്ത് എല്ലാം കൊടുക്കുന്ന ആരാണ്? കേരള ഗവൺമെന്റ് അല്ലേ? അതിന്റെ ഉത്തരവാദിത്വം കേരളത്തിലെ ഭരിക്കുന്ന ഗവൺമെന്റ്, മാറി മാറി വരുന്ന ഗവൺമെന്റുകൾക്കല്ലേ? അല്ലാതെ ഇവിടുത്തെ ജനങ്ങൾക്കാണോ? അവരാണോ ഇത് ഏറ്റെടുക്കാൻ? അല്ല, അതുകൊണ്ട് പരിപാലന ചുമതലയും സംസ്ഥാന സർക്കാരിനാണോ? അല്ല, അതുകൊണ്ട് പരിപാലന ചുമതലയും സംസ്ഥാന സർക്കാരിനാണോ? അങ്ങ് എന്താണ് ഈ പറഞ്ഞു വെക്കുന്നത്? അല്ല, പരിപാലനം കൃത്യസമയത്ത് നടക്കുന്നുണ്ടെന്ന് പരിശോധിക്കേണ്ടത് ആരാണ്? കൃത്യസമയത്ത് ചെയ്യേണ്ടത് ആരാണ്? അത് ചെയ്യിപ്പിക്കാൻ ഉത്തരവാദിത്തമുള്ള ഗവൺമെന്റാണ് ജനങ്ങൾ തെരഞ്ഞെടുപ്പ് വെച്ചിരിക്കുന്നത് കേരളത്തില്. അല്ല, ഈ കേന്ദ്ര സർക്കാരിനെ തിരഞ്ഞെടുത്ത ജനങ്ങൾ തന്നെയാണല്ലോ അല്ലേ? പരിശോധിക്കേണ്ടത് ആരാണ്? പരിശോധിക്കാൻ വേണ്ടി കേന്ദ്ര ഗവൺമെന്റ് തന്നെ ഉദ്യോഗസ്ഥന്മാരെ വെച്ചിട്ടുണ്ട്. ദേശീയപാത അതോറിറ്റി ഉദ്യോഗസ്ഥന്മാരുണ്ട്. അവരുടെ പണി എന്താണ്? ആ പണി അവർ എടുക്കുന്നുള്ളത് പരിശോധിക്കാൻ കേന്ദ്ര സർക്കാർ ഉത്തരവാദിത്തമുണ്ട്. ആ പണി അവർ എടുക്കുന്നില്ല. അതാ പ്രശ്നം. ഫെഡറൽ സംവിധാനത്തെ കുറിച്ചാണല്ലോ. ആ ഫെഡറൽ സംവിധാനം തന്നെയല്ലേ ഇതിന്റെ അടിസ്ഥാനപരമായ കാര്യം. ശ്രീ റിജിൽ മാക്കുറ്റി, ഇപ്പോൾ നോക്കൂ, രണ്ട് രാഷ്ട്രീയ കക്ഷികളായതുകൊണ്ട് അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ആരോപണം ഉന്നയിക്കാനുള്ള അവസരം മാത്രമാണ് ഏത് വിവാദം എന്നും പറയുന്നത്. ഈ ആരോപണം ഉന്നയിക്കുന്നതിനിടയിൽ പെട്ടുപോകുന്നത് ജനങ്ങളാണ്. ആ ജനങ്ങളുടെ ശബ്ദമായി മാറേണ്ടതും ഇതേ രാഷ്ട്രീയ കക്ഷികൾ തന്നെയാണ് എന്നുള്ളതാണ് നിസ്സഹായത. ശ്രീമതി മാധു, യഥാർത്ഥത്തിൽ ഈ ജനങ്ങളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഈ സമയത്ത് അനുഭവിക്കുന്ന ഏറെ നീറുന്ന പ്രശ്നമാണ് റോഡിൻ്റെ കുഴികൾ. ഇപ്പോൾ ഇതിനകത്ത് ഉത്തരവാദപ്പെട്ട രാഷ്ട്രീയ പാർട്ടി, കേന്ദ്രം ഭരിക്കുന്നവർ, സംസ്ഥാനം ഭരിക്കുന്നവർ അങ്ങോട്ടും ഇങ്ങോട്ടും പഴിചാരുകയാണ്. ഇവരുടെ കഴിവുകേടുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുകയാണ്. പക്ഷേ ഇതിൻ്റെ ദുരന്തം അനുഭവിക്കുന്ന ആരാ? ജനങ്ങളല്ലേ. ഇത് ജനങ്ങൾ റോഡിലിറങ്ങുമ്പോൾ ഇത് പിന്നെ കേന്ദ്രത്തിൻ്റെ റോഡാണോ അല്ലെങ്കിൽ സംസ്ഥാനത്തെ റോഡാണോ എന്ന് അറിഞ്ഞില്ലല്ലോ പോകുന്നത്. അവർ വാഹനം എടുത്ത് വണ്ടിയെടുത്ത് യാത്ര ചെയ്യാൻ പോകുമ്പോൾ അവർക്ക് പിന്നെ റോഡിൻ്റെ കുഴിയിൽപ്പെട്ട് ആളുകൾ മരിക്കുന്നു. അതിനകത്ത് ആളുകൾ മരിക്കുമ്പോൾ ചർച്ച ചെയ്യപ്പെടുമ്പോൾ പറയുന്നു അത് കേന്ദ്രം ചെയ്തില്ല, സംസ്ഥാനം ചെയ്തില്ല എന്ന് പറയുമ്പോൾ ആരാണ് യഥാർത്ഥത്തിൽ? ജനങ്ങളാണോ ഇതിന് ഉത്തരവാദി? ഇവരെയൊക്കെ ഭരണത്തിൽ ഏറ്റിയതാണോ ജനങ്ങൾ ചെയ്ത കുറ്റം? ഇവരെ ഭരണത്തിൻ്റെ ചുമതല ഏൽപ്പിച്ചതാണോ ജനങ്ങൾ ചെയ്ത കുറ്റം? കുഴി എന്ന് പറയുമ്പോൾ നമ്മുടെ ഒരു നിസാരവൽക്കരണ കുഴിയല്ല. കഴിഞ്ഞ ദിവസം നിയമസഭയിൽ നമ്മുടെ പെരുമ്പാവൂർ MLA എൽദോസ് കുന്നമ്പള്ളി പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. മണിച്ചിത്രത്താഴ് സിനിമയിലെ കാട്ടുപറമ്പൻ എന്ന് പറയുന്ന കഥാപാത്രം കുതിരവട്ടം പപ്പു, കുഴി വെള്ളം എന്ന് പറയുമ്പോൾ ഇപ്പോൾ കേരളത്തിലെ റോഡുകൾ അതാണ് അവസ്ഥ. ബഹുഭൂരിപക്ഷ റോഡുകളിലും അത് നാഷണൽ ഹൈവേ ആവട്ടെ, PWD ആവട്ടെ, കുഴിയും വെള്ളവും കൊണ്ട് ആളുകൾക്ക് നടന്നു പോകാൻ സാധിക്കാത്ത വാഴയും കവുങ്ങും ഒക്കെ വെച്ച് പിടിപ്പിക്കേണ്ട അവസ്ഥ റോഡിലെത്തിയിരിക്കുന്നു. കൃഷി നടത്താൻ പറ്റുന്ന അവസ്ഥയാണ് പല റോഡുകളുടെ അവസ്ഥ. ആരാണ് ചെയ്യേണ്ടത്? മുഹമ്മദ് റിയാസ് പറഞ്ഞ എൽദോസ് കുന്നപ്പള്ളിയുടെ മണ്ഡലത്തിലൂടെ പോയാൽ അദ്ദേഹത്തിന് മാലയിടുമെന്നാണ്. ഇത് പല റോഡുകളും എല്ലാ ഭാഗത്തുള്ള റോഡ് ഇപ്പം നിങ്ങൾ ഈ വിഷ്വൽ കാണിക്കുന്ന റോഡുകൾ ഏതാ? ഇത് പിന്നെ കർണാടകത്തിലെ റോഡാണോ, തമിഴ്നാട്ടിലെ റോഡാണോ? നിങ്ങൾ വിഷ്വലിലൂടെ ഇപ്പോൾ കാണുന്ന റോഡ് കുഴിയൊന്നുമില്ലാത്ത റോഡാണോ? ഇത് ആരോടാ പറയുന്നത്? ചില റോഡുകൾ നന്നായിട്ടുണ്ട്, പക്ഷേ പല റോഡുകളും വളരെ മോശമാണ്. പല സ്ഥലത്ത് യാത്ര ചെയ്യുന്ന ആളുകൾ, വാഹനമെടുത്ത് റോഡിലൂടെ യാത്ര ചെയ്യുന്ന ആളുകൾക്ക് അറിയാലോ. മന്ത്രിക്കും അതോടൊപ്പം തന്നെ ആളുകൾക്ക് പറയുന്നപ്പോഴത്തേക്ക് അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ യാത്രക്കാരായി സഞ്ചാരികളായി നിൽക്കുന്ന ആളുകളുടെ അനുഭവമല്ലേ നിങ്ങളെ വിഷ്വലിൽ കാണിക്കും. നിങ്ങൾ മാതൃഭൂമി ചാനലിന് കുഴിയെണ്ണം പിന്നെ ഇതിൻ്റെ ഒരു പരമ്പര ചെയ്തില്ലേ? എത്ര കുഴിയുണ്ടായിരുന്നു? എല്ലാ മാധ്യമങ്ങളും എല്ലാ മീഡിയയും ചെയ്തില്ലേ കുഴി എണ്ണുന്നതിന് വേണ്ടി? ഈ നാട്ടിലെമ്പാട് കുഴി കണ്ടില്ലേ? കുഴിയില്ലാണ്ടായിരുന്നു. എന്താ പ്രശ്നം? ഇന്ന് ബഹുമാന പ്രതിപക്ഷ നേതാവ് പറഞ്ഞതുപോലെ ഈ മൺസൂൺ ആരംഭിക്കുന്ന മുമ്പ് ചെയ്യേണ്ട ഉത്തരവാദിത്വം ഉണ്ടായിരുന്നു. അത് റോഡ് നന്നാക്കുക എന്നുള്ളതാണ്. മഴ പെയ്യുമ്പോൾ കുഴി വരും എന്നറിയുന്ന ആ റോഡ് പൊട്ടിപ്പൊളിഞ്ഞ് നിൽക്കുമ്പോൾ ആ റീടാർ ചെയ്യുക അല്ലെങ്കിൽ പാച്ച് വർക്ക് നടത്തുക എന്നുള്ള ചെയ്യേണ്ട കാര്യം ആരാണ്? സംസ്ഥാന സർക്കാരും നാഷണൽ ഹൈവേ അതോറിറ്റിയാണ്. ഇവർ ഒന്നിച്ച് ഒരു കൈകോർത്ത് മുമ്പോട്ട് പോകേണ്ട ഒരു സാഹചര്യമാണ്. ഇവർ ഒന്നിച്ച് പോകേണ്ട. പിന്നെ ഒരു കാര്യം ചോദിക്കുന്നു, ഇവർ നിതിൻ ഗഡ്കരി പിന്നെ പിണറായി വിജയനായാലും മുഹമ്മദ് റിയാസൊക്കെ പറഞ്ഞു നല്ല മന്ത്രിയാണ്, കേരളത്തെ വാരിക്കോരി സഹായിക്കുന്നൊക്കെ ഇവർ പറയാണ്. ഇപ്പൊ കുഴി പൊട്ടുമ്പോഴാണ് ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും പഴിചാരുന്നത്. ഒരു ഭാഗത്ത് ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല സർട്ടിഫിക്കറ്റ് കൊടുക്കുക. ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ ഇത് കേന്ദ്രത്തിൻ്റെയാണ് കേരളത്തിൻ്റെ ആണെന്ന് പറയുക. അപ്പോൾ അത് ചൂണ്ടിക്കാണിക്കുമ്പോൾ പ്രതിപക്ഷ നേതാവിന് രാഷ്ട്രീയ ലക്ഷ്യം കേന്ദ്രത്തെ വിമർശിക്കുന്നില്ല എന്ന് പറയുക എന്ത് രാഷ്ട്രീയമാണ്? അപ്പോൾ ഇത്തരത്തിലുള്ള വിഷയങ്ങൾ ഈ നാട്ടിനകത്ത് ചെയ്യേണ്ട സമയത്ത് ചെയ്യണം. അല്ലാതെ PR വർക്ക് ഉപയോഗിച്ച് കുറേ ആളെ വെച്ച് മിന്നൽ സന്ദർശനം നടത്തി ശൈലജ ടീച്ചർക്ക് ശേഷം താനാണ് ഏറ്റവും വലിയ ജനകീയനായ മന്ത്രി എന്ന് പറയുന്ന ഒരു PR വർക്കിൻ്റെ ഭാഗമായി പോയ മന്ത്രിയുടെ ദയനീയമായ പരാജയമാണ്. നാഷണൽ ഹൈവേ അതോറിറ്റി മാറ്റിവെച്ച PW റോഡുകളിലെയും കേരളത്തിൻ്റെ അവസ്ഥ ഇതാണ് എന്ന് വളരെ കൃത്യമായി ജനങ്ങളാരും കണ്ണുപൊട്ടന്മാരൊന്നുമല്ലല്ലോ, എല്ലാവരും കണ്ണുവിളിച്ച് കാണുന്നില്ലേ? മന്ത്രി എന്ത് അവകാശവാദം ഉന്നയിച്ചാലും ഈ നാട്ടിലെമ്പാടുമുള്ള കുഴികളെക്കുറിച്ചും സഞ്ചാരയോഗ്യമല്ലാത്ത റോഡുകളെക്കുറിച്ചും നമ്മളെല്ലാം കാണുകയാണ്. അതിന് കൃത്യമായ നടപടിയെടുക്കേണ്ടവർ, ഉദ്യോഗസ്ഥന്മാരെ കൊണ്ട് ചെയ്യിക്കേണ്ടവർ, അതിനകത്ത് കൃത്യം ഫണ്ട് അലോട്ട് ചെയ്യേണ്ടവർ, കോൺട്രാക്ടർമാരെ കൊണ്ട് ചെയ്യിക്കേണ്ടത് ആരാണ്? മാത്രമല്ല ഇപ്പം പറയുന്നത് ഒരു മിനിറ്റ്
മിനിറ്റ് മാധു ഒരു മിനിറ്റ്. ജനങ്ങൾ കാവൽക്കാരാണ് എന്ന് പറയുന്നത്, പക്ഷേ ജനങ്ങൾ കുണ്ടും കുഴിയിലും വീഴേണ്ടവരാണ് എന്ന ബോർഡ് മാറ്റി വെക്കണം. ആ ബോർഡാണ് വെക്കേണ്ടത്. അങ്ങനെയല്ലേ മരിക്കുന്ന നാട്. കുണ്ടിലും കുഴിയും വീണില്ല ഓരോ ദിവസം ആളും മരിക്കുന്നത്. അവർ അങ്ങനെ പറയാൻ കഴിയുന്ന അവസ്ഥ നമ്മുടെ റോഡുകൾക്കില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതിന്റെ ഉത്തരവാദിത്വവും പരിപാലനവും ആർക്കാണെങ്കിലും ഇത് വെച്ച് അവസാനിപ്പിക്കണം. ജനങ്ങളുടെ കാശ് വാങ്ങി നികുതി വാങ്ങിയാണ് റോഡ് പണിയുന്നത്. ജനങ്ങൾ അങ്ങോട്ട് പണം കൊടുത്താണ് ടോൾ അടക്കം പിരിക്കുന്ന വഴികളിലൂടെ യാത്ര ചെയ്യുന്നത്. അവിടെയെങ്കിലും അവർക്ക് ജീവൻ ഉറപ്പു വരണം. ശ്രീ ഡിജോ കാപ്പൻ, യഥാർത്ഥത്തിൽ നമുക്ക് ഈ റോഡുകൾക്കൊക്കെ ഒരു പരിപാലന കാലയളവുണ്ട് എന്ന ഒരു തിരിച്ചറിവ് പോലും ഉണ്ടാകുന്നത് ഈ അടുത്ത കാലത്താണ്. അതുവരെ ഇതൊക്കെ ആരൊക്കെയോ പണിയുന്നു, അതിനുശേഷം പോകുന്നു, അതിനുശേഷം നമ്മുടെ മഴ കൊണ്ടിത് തകരാറിലാകുന്നു, അത് നമ്മുടെ വിധി എന്നുള്ളതായിരുന്നു നമ്മുടെ ഒരു തിരിച്ചറിവ് എന്ന് പറയുന്നത്. അതിനുശേഷമാണ് ഈ സംവിധാനമൊക്കെ ഉത്തരവാദിത്തപ്പെട്ട ആളുകളുണ്ട് എന്ന തിരിച്ചറിവിലേക്കൊക്കെ വരുന്നത്. പക്ഷെ അപ്പോഴും അങ്ങ് നേരത്തെ ചൂണ്ടിക്കാണിക്കുന്നത് പോലെ ഈ ആളുകളുടെ ജീവനഷ്ടവുമായി ബന്ധപ്പെട്ടൊന്നും ഒരു കുറവും ഉണ്ടാകുന്നില്ല നമ്മുടെ റോഡുകളിൽ. അല്ല മാധു, ഈ റോഡ് നന്നായി കിടക്കണം എന്ന് പറയുന്നത് സർക്കാരുകളുടെ ഔദാര്യമല്ല. ഇപ്പൊ ഞാനും മാധുവും എന്നെ കേൾക്കുന്ന പ്രേക്ഷകരും 1 ലിറ്റർ പെട്രോൾ അല്ല 1 ലിറ്റർ ഡീസൽ അടിക്കുമ്പോൾ 18 രൂപയാണ് റോഡ് സെസ് എന്ന് പറഞ്ഞ് വാങ്ങിക്കുന്നത്. അങ്ങനെ പണിത റോഡിൽ കൂടി നമ്മൾ തൃശ്ശൂരിൽ നിന്ന് എറണാകുളത്തേക്കോ അല്ലെ എറണാകുളത്ത് നിന്ന് തൃശ്ശൂർക്കോ പോകുമ്പം പാലിക്കാരെ ടോള് കൊടുക്കുന്നത് തന്നെ അനീതിയാണ്. അതായത് ഈ 18 രൂപ വാങ്ങി റോഡ് പണിതതിന് ശേഷം ആ റോഡിൽ കൂടി യാത്ര ചെയ്യാൻ വീണ്ടും ടോള് കൊടുക്കുന്നു. അതുപോലെ തന്നെ നമ്മൾ വാഹനം വാങ്ങിക്കുമ്പം 2 വീലർ ഒന്നും 15 കൊല്ലം ഉപയോഗിക്കാനേ കഴിയല്ല. പുതിയ 2 വീലറുകളൊക്കെ അതിന് നമ്മൾ 15 കൊല്ലത്തെ റോഡ് ടാക്സ് കൊടുക്കുന്നുണ്ട്. അപ്പൊ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല ഗതാഗതത്തിന് ഞങ്ങൾ റോഡ് പണിതിട്ടിരിക്കും, അതുകൊണ്ട് ഞങ്ങൾ 15 കൊല്ലത്തെ ടാക്സ് അഡ്വാൻസ് മേടിക്കുകയാണെന്ന് പറഞ്ഞ് സംസ്ഥാന ഗവൺമെന്റും 18 രൂപ 1 ലിറ്റർ പെട്രോൾ വാങ്ങിക്കുന്നത് നിങ്ങൾക്ക് നല്ല റോഡ് ഞങ്ങൾ പണിത് തരാം. ഇപ്പൊ കാറിലൊക്കെ സീറ്റ് ബെൽറ്റ് നിർബന്ധമാക്കിയിട്ടുണ്ട്. സീറ്റ് ബെൽറ്റ് എന്താ, അപകടം ഉണ്ടാവുമ്പോൾ സീറ്റിൽ നിന്ന് തെറിച്ചു പോകാതിരിക്കാനാ. പക്ഷെ ഇപ്പൊ റോഡിലെ കുഴിയിൽ ചാടി ഡ്രൈവർ സീറ്റിൽ നിന്നോ അല്ലെങ്കിൽ ഫ്രണ്ട് സീറ്റിൽ നിന്നോ താഴെ പോകാതിരിക്കാനാണ് ഇപ്പൊ സീറ്റ് ബെൽറ്റ് ഉപയോഗിക്കപ്പെടുന്നത് എന്ന സ്ഥിതിയിൽ കേരളത്തിലെ റോഡുകൾ എത്തി എന്ന് പറയുന്നത് ഞാൻ ആരെയും മോശമാക്കാൻ പറയുകയല്ല. പക്ഷേ ഇതിനൊക്കെ ചില വ്യത്യാസങ്ങളുണ്ട്. ഇപ്പൊ നമുക്കറിയാം, ഞാനിപ്പോ ഇരിക്കുന്ന പാലായിലെ റോഡ്, അത് തൊടുപുഴയിൽ നിന്ന് പൊൻകുന്നത്തിന് പോകുന്ന റോഡ് പണിതിട്ട് ഇപ്പോൾ അത് അതിന്റെ കാലാവധി കഴിഞ്ഞപ്പോൾ അത് 7 വർഷത്തെ ഗ്യാരണ്ടി വർക്കിന് കൊടുത്തിരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് എന്താ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ആ റോഡിൽ ഒറ്റയെടുത്ത് കുഴിയില്ല. എന്താന്ന് വെച്ചാൽ ഈ കുഴി എവിടെയെങ്കിലും റിപ്പോർട്ട് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ അത് എടുത്തിരിക്കുന്ന കോൺട്രാക്ടർ വലിയ പെനാൽറ്റി കൊടുക്കേണ്ടി വരും. അതുകൊണ്ട് തന്നെ അദ്ദേഹം എന്തായാലും ഒരു 6-6.5 കൊല്ലം ഒരു ചെറിയ കുഴി വന്നാൽ അത് അടയ്ക്കും. എന്താന്ന് വെച്ചാൽ ചെറിയ കുഴി വലിയ കുഴിയായാൽ അദ്ദേഹത്തിന് പണനഷ്ടം ഉണ്ടാവും. അപ്പൊ ചെറിയ കുഴിയിൽ 2 വീലറുകാരൻ വീണാൽ അവൻ അപകടത്തിൽപ്പെടും, അത് വലിയ ഗർത്തമായിട്ട് മാറും. അപ്പൊ അതുകൊണ്ട് അങ്ങനത്തെ ഗ്യാരണ്ടി വർക്കുകൾ കൊടുക്കുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും കേരളത്തിൽ റോഡുകൾ നന്നായി കിടക്കും. പിന്നെ ഇവിടെ എപ്പോഴും പറയും മഴ ആയതുകൊണ്ടാണെന്ന്. ഞാനത് എപ്പോഴും ചൂണ്ടിക്കാണിക്കുന്ന ഒരു സംഭവമുണ്ട്. കേരളത്തിൽ മഴയുടെ കൊണ്ടാണെങ്കിൽ ഏറ്റവും മോശം ആകേണ്ട റോഡ് കേരളത്തിൽ നമ്മുടെ ഫോർട്ട് കൊച്ചിയിലെ ഐലൻഡ് റോഡാണ്. ഐലൻഡ് ആ നമ്മുടെ കസ്റ്റംസ് ഒക്കെ ഓഫീസൊക്കെ ഇരിക്കുന്ന അവിടെയാണ്. ഏതാണ്ട് സമുദ്രനിരപ്പിൽ നിന്ന് അല്പം താന്നാ കിടക്കുന്ന ആ റോഡ്. പക്ഷെ അത് ഭഗീരഥ കൺസ്ട്രക്ഷൻ ചെയ്തു, അവിടെ ഒരു കുഴി പോലും ഇല്ല. അപ്പൊ വേണമെങ്കിൽ ഇതൊക്കെ നന്നായിട്ട് പരിപാലിക്കാൻ വേണമെങ്കിൽ എന്നുള്ളതാണ് പ്രധാനം. ശ്രീ വി കെ സനോജന്റെ കയ്യിൽ 1 മിനിറ്റ് ആണുള്ളത്. അത് ചുരുക്കി മറുപടി പറയുമല്ലോ. ഇനി അഥവാ കേന്ദ്രം ഇതിന് ഒരുമ്പെട്ടില്ലെങ്കിൽ, കേന്ദ്രമോ ദേശീയപാത അതോറിറ്റിയോ അവരുടെ ഉത്തരവാദിത്തം നിർവഹിക്കാൻ തയ്യാറായില്ലെങ്കിൽ സംസ്ഥാനം കയ്യും കെട്ടി നോക്കി നിൽക്കുമോ? ആര് വേണമെങ്കിലും കുഴിയിൽ വീഴട്ടെ എന്ന നിലപാടിൽ? ഇവിടെ BJPയുടെ പ്രതിനിധി പരസ്പര വിരുദ്ധമായ കാര്യങ്ങളാണ് സംസാരിച്ചത്. അദ്ദേഹം തന്നെ ഒരു ഘട്ടത്തിൽ പറഞ്ഞു ഇതിൻ്റെ ഉത്തരവാദിത്തം, ഇതിൻ്റെ പരിപാലനത്തിന് ഉത്തരവാദിത്തം കേന്ദ്ര ഗവൺമെൻറ്റാണ്, ദേശീയപാത അതോറിറ്റിക്കാണെന്ന് പറയുകയും എന്നാൽ എന്തുകൊണ്ട് ആ കാര്യത്തിനകത്ത് വീഴ്ച വന്നു ചോദിച്ചപ്പോൾ അത് സംസ്ഥാന സർക്കാരിൻ്റെ തലയിലിടുകയെന്ന് ചെയ്യുന്ന നിലയാണ് സ്വീകരിച്ചത്. അത് പ്രേക്ഷകർ തീരുമാനിക്കട്ടെ ആരാണ് എന്താണ് ഉത്തരവാദിത്തം. ഇവിടെ യഥാർത്ഥത്തിൽ ഇങ്ങനെയെല്ലാമുള്ള ഉദ്യോഗസ്ഥന്മാർ ഈ കാര്യങ്ങൾ വളരെ കൃത്യമായി പരിശോധിച്ച് ഇടപെടൽ നടത്തേണ്ട ഉദ്യോഗസ്ഥന്മാർ വീഴ്ച വരുത്തുന്നു. അത് ദേശീയപാത അതോറിറ്റി ഉദ്യോഗസ്ഥന്മാർ വീഴ്ച വരുത്തിയിട്ടുണ്ടെങ്കിൽ അവരുടെ പേരിൽ നടപടിയെടുക്കാൻ എന്തുകൊണ്ട് കേന്ദ്ര ഗവൺമെൻറ് തയ്യാറാവുന്നില്ല? കരാറുകാരനുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ പരിഹരിക്കാൻ, അതുമായി ബന്ധപ്പെട്ട നടപടികൾ സ്വീകരിക്കാൻ കേന്ദ്ര ഗവൺമെൻറ് തയ്യാറാവുന്നില്ല. ഈ ഒരു പ്രശ്നം ഇവിടെയുണ്ട്. എന്നാൽ സംസ്ഥാന ഗവൺമെൻറ് ഈ കാര്യത്തിനകത്ത് വളരെ ശക്തമായ നിലപാട് സ്വീകരിച്ച് മുന്നോട്ട് പോയി. അതിന് ഒരുപാട് ഉദാഹരണങ്ങൾ നമുക്ക് കാണാൻ വേണ്ടി കഴിയും. ഇപ്പോൾ റണ്ണിങ് കോൺട്രാക്ട് നേരത്തെ നമ്മുടെ സംസ്ഥാനത്ത് നടപ്പാക്കാത്തൊരു പദ്ധതിയായിരുന്നു. അത് വളരെ കൃത്യമായി നടപ്പാക്കി. അതിൻ്റെ ഗുണം എന്താണ്? ഇപ്പോൾ എവിടെയെങ്കിലും ഒരു PWD റോഡ് പൊളിഞ്ഞു കിടന്നാൽ അതുമായി ബന്ധപ്പെട്ട ടെൻഡർ നടപടി, അതിന് നൂലാമാലകൾ പൂർണ്ണമായും ഒഴിവാക്കി
ആ റോഡിന് നേരത്തെ തന്നെ ഒരു കരാറുകാരൻ നിയമിക്കുകയാണ്. ആ കരാറുകാരൻ്റെ ഉത്തരവാദിത്തമാണ് ആ റോഡ് ക്ലീൻ ചെയ്യുക, ആ റോഡ് സുഖമായി കാര്യങ്ങൾ റെഡിയായി പോവുക എന്നുള്ളത്. അപ്പോൾ അത് പൂർണ്ണമായിട്ടും അയാളുടെ ഉത്തരവാദിത്തമായിട്ട് മാറി. അങ്ങനെ ആ ഉത്തരവാദിത്തം നിർവഹിച്ചില്ലെങ്കിൽ അയാൾക്കെതിരായ നടപടി സ്വീകരിക്കാൻ സംസ്ഥാന ഗവൺമെന്റ് തയ്യാറാവുന്നു, കരിമ്പട്ടികയിൽപ്പെടുത്താൻ തയ്യാറാവുന്നു. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിലേക്ക് മുന്നോട്ട് പോവുകയാണ്. നിലവാരത്തിലേക്ക് കേരളത്തിലെ റോഡ് മനുഷ്യന്റെ ജീവന്റെ ഉത്തരവാദിത്തം ആരുടേത് എന്നുള്ളതാണ് പ്രാഥമികമായ കാര്യം. ടാക്സ് അടച്ച, ടോൾ പിരിവ് കൊടുത്ത് റോഡിലിറങ്ങുന്ന, അവനവന്റെ കുടുംബം പോറ്റാൻ അധ്വാനിക്കാൻ പോകുന്ന ആളുകൾക്ക് തിരിച്ച് വീട്ടിൽ എത്താൻ കഴിയും എന്നുള്ള ഉറപ്പെങ്കിലും നൽകേണ്ടത് സംവിധാനത്തിന്റെ ഉത്തരവാദിത്തമാണ്. അതിൽ പിഴവ് വരുത്തുന്നതിനെ സർക്കാർ എന്നല്ല വിളിക്കേണ്ടത്. വളരെയധികം നന്ദി പാനലിസ്റ്റുകൾക്കും പ്രേക്ഷകർക്കും.